ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ CDPOയുടെ ക്ലാസ്സൊക്കെ കണ്ടു തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോഷ്യൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ സിലബസ് കണ്ട് എന്താണ് പേടിക്കൊന്നും വേണ്ട. എന്താണ് സോഷ്യോളജിയുടെ ഒറിജിനും ഡെവലപ്മെൻറ്റും പിന്നെ ഗ്ലോബലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. നമുക്ക് തൽക്കാലം എന്താണ് ഓരോന്നായിട്ട് പതുക്കെ പഠിച്ച് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂഷൻ, അതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ സോഷ്യോളജിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റീനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, കോൺസെപ്റ്റ്സ് ആണെന്ത് ഇതൊക്കെയെന്ന് പറയുന്നത്. സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാമൂഹികമായിട്ട് എന്താണ് ഒരാളെ അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എന്താണ് നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. അതിനെയാണ് നമ്മൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. മറിച്ച് സോഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, നമ്മൾ ഈ ഒഴിവാക്കി നിർത്തിയ ആൾക്കാരെ നമ്മൾ എങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാം, അവരെങ്ങനെ എല്ലാ പ്ലാനിങ് പ്രോസസ്സും അതുപോലെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താമെന്ന് നമ്മൾ പറയുന്നതിനാണ് നമ്മൾ സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് സോഷ്യൽ എക്സ്ക്ലൂഷൻ തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂഷൻ ആ സെൻട്രൽ കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റീനെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. റിലേറ്റ് ടു ഇനിക്വാളിറ്റി, മാർജിനലൈസേഷൻ ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ ഇനിക്വാളിറ്റി സംഭവിക്കുമ്പോഴും അവിടെ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, ഫോർ എക്സാമ്പിൾ ട്രൈബ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വിമൺ ആയിരിക്കാം, ചിൽഡ്രൻ ആയിരിക്കാം, ഇവരൊക്കെ താഴേക്ക് മാറ്റി നിർത്തുക. അതിനെയാണ് നമ്മൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്തും ജസ്റ്റിസ് അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് റിലേറ്റ് ചെയ്തും നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. While social exclusion refers to the process through which certain individuals or groups are systematically blocked from access to rights, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസോഴ്സസ്. സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചില ഇൻഡിവിജ്വൽസിനെ, ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാറ്റി നിർത്തുന്നു. ഫ്രം വാട്ട്, അവർക്ക് എന്തൊക്കെ നമ്മൾ കൊടുക്കുന്നില്ല, അവർക്ക് നമ്മൾ ആക്സസ് കൊടുക്കുന്നില്ല, അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. എന്തിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നു, അവരുടെ റൈറ്റ്സിൽ നിന്നും, അവരുടെ അവകാശങ്ങളിൽ നിന്നും നമ്മൾ അവർ ബ്ലോക്ക് ചെയ്യുന്നു, അവർക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസിൽ നിന്നും അവർ ബ്ലോക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലുള്ള റിസോഴ്സസിൽ നിന്നും. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അത് എഡ്യൂക്കേഷൻ ആവാം, ലോ ആവാം, അല്ലെങ്കിൽ എക്കണോമിക് റിസോഴ്സസ് ആവാം. അതായത് വേജ് ആയിരിക്കാം, ലേബർ ആയിരിക്കാം, എംപ്ലോയ്മെന്റ് ആയിരിക്കാം. അതിൽ നിന്നുമെല്ലാം നമ്മൾ അവരെ മാറ്റി നിർത്തുന്നു. അതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒഴിവാക്കുക. മറിച്ച് രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ഇൻക്ലൂഷൻ. ഇൻവോൾവ്സ് എഫേർട്സ് ടു ഇൻ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവരെ ഉൾപ്പെടുത്തുക, അവരെയും കൂടി ഒന്നിച്ച് നിർത്തുക. integrate the excluded into the mainstream of society. Mainstream of society-യിൽ നമ്മുടെ നോർമലായിട്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാം അവർക്കും കിട്ടണം. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ പീപ്പിളിന് അവർക്കും റിസോഴ്സസും മറ്റ് റൈറ്റ്സ് ഒക്കെ അവർക്കും കിട്ടണം. അങ്ങനെ നമ്മൾ അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, നമ്മൾക്കൊപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കോൺസെപ്റ്റിനാണ് നമ്മൾ സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സോഷ്യൽ ഇൻക്ലൂഷനും സോഷ്യൽ എക്സ്ക്ലൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കുറച്ച് ഡെഫിനിഷൻ നോക്കാം. എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് പ്രോസസ് ആൻഡ് ഔട്ട്കം ഓഫ് മാർജിനലൈസേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മാർജിനലൈസേഷൻ്റെ ഒരു ഔട്ട്കം ആണ് പറയുന്നത് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഡിനൈഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ദി എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓർ നേഷൻ. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് നമ്മൾ അവർക്ക് ഡിനൈ ചെയ്യുന്നത്, അവർക്ക് നമ്മൾ ആക്സസ് കൊടുക്കാത്തത്, അവർക്ക് ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ദി എവിടെ ആയിരിക്കാം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, അവിടെ എക്കണോമിക് ആസ്പെക്ട്സ് ഉണ്ട് ഇല്ലേ, എക്കണോമിക് ആസ്പെക്ട്സ് ഇല്ലേ,
പിന്നെ എന്താണ് സോഷ്യൽ ആസ്പെക്ട്സ് ഇല്ലേ, പിന്നെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഇല്ലേ, അതുപോലെ തന്നെ എന്താണ് കൾച്ചറൽ ആസ്പെക്ട്സ് എന്താണ് അവർക്ക് ഉണ്ട്. അപ്പോൾ എക്കണോമിക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള ജോബ് കാണത്തില്ല, അവർക്ക് എന്താണ് എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ജോബ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടാവില്ല, ഡെയിലി വേജസ് എന്താണ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അതൊക്കെയാണ് എന്താ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. സോഷ്യൽ ആണെങ്കിൽ എന്താണ് അവർക്ക് സോഷ്യൽ ആകുമ്പോൾ എന്താണ് അതൊരു എന്താണ് ബ്രോഡ് ടേം ആവും. ഇതെല്ലാം എന്താണ് സോഷ്യൽ തന്നെ ഇൻക്ലൂഡ് ആവും. മാത്രമല്ല എന്താണ് അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ എന്താണ് അവരുടെ കൾച്ചറൽ എന്താണ് ലൈഫും എന്താണ് അവർക്ക് ഫുൾ പാർട്ടിസിപ്പേഷൻ എന്താണ് അവരുടെ കൾച്ചറൽ ലൈഫിൽ പോലും എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിനെയാണ് നമ്മൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ യുണൈറ്റഡ് നേഷൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ് ഫുൾ പാർട്ടിസിപ്പേഷൻ മാത്രമല്ല പാർഷ്യൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും എന്താണ് അത് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. അതായത് ഫുൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തരത്തിലും എന്താണ് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ പാർട്ടിസിപ്പേറ്റ് എല്ലാ എന്താണ് ആസ്പെക്ട്സിലും നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഈ ആസ്പെക്ട്സിലൊന്നും എന്താണ് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്താണ് ചിലപ്പോൾ എന്താണ് ചില സംഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നിന്നും മാത്രമായിരിക്കും എന്താണ് നമ്മൾ അവരെ ഒഴിവാക്കി നിർത്തുന്നത്. അതാണ് ഫുൾ ഓർ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ അതനുസരിച്ച് ഉത്തരം എഴുതുക. അപ്പം ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ ഫുൾ പാർട്ടിസിപ്പേഷൻ മാത്രമാണ് നമ്മുടെ ഓപ്ഷൻ എങ്കിൽ നമുക്ക് ഫുൾ പാർട്ടിസിപ്പേഷൻ എന്താ ഓപ്റ്റ് ചെയ്യാം. അല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഡെഫിനിഷൻ വാട്ട് ഇസ് സോഷ്യൽ എക്സ്ക്ലൂഷൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മുടെ ഓപ്ഷൻസിൽ എന്താണ് ഫുൾ ഓഫ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ ആസ്പെക്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് ആസ്പെക്ട് ഉണ്ടെങ്കിൽ എന്താണ് നമ്മളത് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക, ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ അതിനനുസരിച്ച് എന്താണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്നും എന്താണ് ആൻസർ പിക്ക് ചെയ്യുക. ചിലപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ് ചിലപ്പോൾ ഒരുപോലെയൊക്കെ തോന്നും. പക്ഷേ എന്താണ് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള എന്താണ് ഏറ്റവും എന്താണ് ആ ക്വസ്റ്റ്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഓപ്ഷനായിരിക്കണം എന്ത് നമ്മൾ അപ്പോൾ ചൂസ് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ UN-ന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ആർ ഹോളി ഓർ പാർഷ്യലി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹോളി ഓർ പാർഷ്യലി ചിലപ്പോൾ മൊത്തത്തിലായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു പാതി അല്ലെങ്കിൽ ഒരു ചില ആസ്പെക്ട്സിൽ മാത്രമേ എന്താണ് അവരെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. എക്സ്ക്ലൂഡഡ് ഫ്രം ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ദി സൊസൈറ്റി ഇൻ വിച്ച് ദേ ലീവ്. അപ്പോൾ എന്താണ് പാർഷ്യലിയും എന്താണ് ഹോളിയും എന്താണ് ചിലപ്പോൾ അവരുടെ ഫുൾ പാർട്ടിസിപ്പേഷൻ നമ്മൾ എന്ത് ചെയ്യാം എക്സ്ക്ലൂഡ് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പോൾ ചിലപ്പോൾ എന്താണ് ഫുൾ പാർട്ടിസിപ്പേഷൻ എന്ന് മാത്രമേ ഓപ്ഷൻ കാണുള്ളൂ. അപ്പോൾ പക്ഷേ നിങ്ങൾ എന്താണ് അപ്പോൾ ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ചിലപ്പോൾ എന്താണ് ഹോളി ഓർ പാർഷ്യലി ആയിരിക്കാം എന്നും ക്വസ്റ്റ്യൻ കാണും. അവിടെ എന്താണ് ഫുൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന വേർഡ് കാണില്ല. അപ്പോൾ നിങ്ങൾ ഫുൾ പാർട്ടിസിപ്പേഷൻ എന്ന് വായിച്ചിട്ട് പോയിട്ട് ഇത് എന്താണ് തെറ്റാണെന്ന് ചൂസ് ചെയ്യരുത്. ഹോളി ഓർ പാർഷ്യലി ചോദിച്ചാലും എന്താണത് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ കുറച്ച് ഡയമെൻഷൻസ് നോക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഡയമെൻഷൻസ്? അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാണ് എന്താണ് എക്കണോമിക്, സോഷ്യൽ അതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് എക്കണോമിക് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് അവർക്ക് ലാക്ക് ഓഫ് ആക്സസ് ടു ജോബ്സ് ആയിരിക്കാം, ഇൻകം ആയിരിക്കാം, ഫിനാൻഷ്യൽ സർവീസസ് ആയിരിക്കാം. അവർക്ക് എന്തായിരിക്കും നല്ല ചിലപ്പോൾ എന്താണ് ഗവൺമെൻറ് ജോബ്സോ മറ്റ് പ്രൈവറ്റ് ജോബ്സ് ആയാലും ഗവൺമെൻറ് ജോബ്സ് ആയാലും എന്താണ് അവർക്ക് എക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതിന് പല റീസൺസ് ഉണ്ടാവാം. എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എന്താണ് ചില മാർജിനലൈസ്ഡ് ആൾക്കാർക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ട്രൈബൽസിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് അവർക്ക് അങ്ങനെ ഒരു എക്കണോമിക് സൊസൈറ്റിയെ പറ്റി അറിയ കൂടി ഉണ്ടാവുകയില്ല. അവരുടെ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇസ് വെരി ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി സീ ഇൻ അവർ ഡെയിലി ലൈഫ്സ്. ഓക്കെ, അപ്പം ജോബ്സ്, ഇൻകം ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഇതൊക്കെയാണ് എക്കണോമിക് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. മറിച്ച് സോഷ്യൽ എക്സ്ക്ലൂഷനിൽ എന്തൊക്കെ വരും? ഡിനയൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ റിലേഷൻഷിപ്സ്. ചിലപ്പോൾ മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാൻ നമ്മളവരെ അനുവദിക്കാറില്ല. റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളവരെ അനുവദിക്കാറില്ല. നമ്മളെപ്പോഴും പറയും സോഷ്യോളജി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സർ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളുടെ ഒരു വെബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർ ഇങ്ങനെ ചിലന്തി വല ഇങ്ങനെ കൂട്ടുന്നത് പോലെ അതാണ് നമ്മൾ വെബ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ആണ് സോഷ്യോളജി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. സോഷ്യോളജി അല്ല, സൊസൈറ്റി. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്സ്
സോഷ്യൽ റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ എന്താണ് നമ്മൾ അവരെ സമ്മതിക്കില്ല. അതുപോലെ തന്നെ എന്താണ് നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ. നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. അതുപോലെ തന്നെ എന്താണ് മറ്റ് നെറ്റ്വർക്കുകൾ എന്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റിലേഷൻഷിപ്പിലായാൽ മാത്രമേ എന്താണ് നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കുറേ ആൾക്കാരായിട്ട് നമുക്ക് കണക്ഷൻസ് ഉണ്ടാവുകയുള്ളൂ. അതായത് നമുക്ക് എന്താണ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. ഇതെല്ലാം എന്താണ് നമ്മുടെ നെറ്റ്വർക്കാണ്, സോഷ്യൽ നെറ്റ്വർക്കാണ്. അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ എന്താണ് മറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇതിലൊന്നും എന്താണ് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. പിന്നെ എന്താണ് മൂന്നാമതായിട്ട് വി ക്യാൻ സേ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ. എന്താണ് അവരുടെ ലാക്ക് ഓഫ് വോയിസ്. അവരുടെ വോയിസ് കുറവാണ്, അവരുടെ വോയിസ് നമ്മളാരും കേൾക്കുന്നില്ല. അവരുണ്ടാക്കുന്ന ശബ്ദം അല്ലെങ്കിൽ അവർ ഉയർത്തി കാണിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കില്ല എന്ന് വെക്കുന്നു, കണ്ടില്ല എന്ന് വെക്കുന്നു. അപ്പോൾ എന്താണ് ലാക്ക് ഓഫ് വോയിസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ഗവർണൻസ്. അവരുടെ എന്താണ് ഡിസിഷൻ മേക്കിൽ നിന്ന് അവർക്ക് വേണ്ടി ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ആണ്. പക്ഷേ വാട്ട് വി ഹാവ് ടു ഡു, അവർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ എന്താണ് കേൾക്കണം. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം എന്താണ് നമ്മൾ ഓരോരോ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സും പ്ലാനിങ്ങും പ്രോഗ്രാംസും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ് നമ്മൾ മോസ്റ്റ്ലി ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ട്രൈബൽസ് അല്ലെങ്കിൽ വിമണിന് വേണ്ടിയിട്ട്, വിമൺ ഒരു എക്സാമ്പിൾ എടുക്കുക, വിമണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോളിസീസ് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ട് what we have to do first, we have to hear what they have to say. അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് നമ്മൾ ആദ്യം എന്താണ് കേൾക്കണം, മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിനുള്ള ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് ആ പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ എന്താണ് നമ്മൾ പലപ്പോഴും എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ് അത് ചെയ്യാറില്ല. അവർ ഈ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നു, അവരത് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണെന്ത് അവരുടെ, അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ നിന്ന് അവരുടെ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഗവർണൻസ് എന്നും അവർക്ക് എന്താണ് ചിലപ്പോൾ റെപ്രസെൻറ്റേഷൻ പോലും എന്താണ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ എന്താണ് സാഹചര്യങ്ങളെല്ലാം വേറെയാണ്. നമുക്കിപ്പോൾ SC/ST റിസർവേഷൻസ്, വിമൻ റിസർവേഷൻസ് ഒക്കെ എന്താണ് പൊളിറ്റിക്കൽ അറീനാസിലുണ്ട്. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും പാർലമെൻറ്റിലായാലും എന്താണ് നമുക്ക് റിസർവേഷൻസ് ഒക്കെ ഉണ്ട്. അതാണ് ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കലി നമ്മളവിടെ എന്താണ് ഹിസ്റ്റോറിക്കലി എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് വന്നു. പക്ഷെ എന്താണ് കറൻ്റ്ലി എന്താണ് നമ്മൾ പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് നമ്മൾ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് പൊളിറ്റിക്കലി എടുക്കുമ്പോൾ എന്താണ് അവർക്ക് സീറ്റ്സ് ഒക്കെ നമ്മൾ റിസർവ് ചെയ്യുന്നു. അതെന്താണ് ഒരു ഇൻക്ലൂഷൻ എന്താണ് മെത്തേഡാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ കറക്റ്റ് ഡിഫറൻസ് എന്താണെന്ന്? അത് കഴിഞ്ഞ് എന്താണ് നെക്സ്റ്റ് വി ഹാവ് കൾച്ചറൽ എക്സ്ക്ലൂഷൻ, നോൺ റെക്കഗ്നിഷൻ ഓഫ് ഡിവാലുവേഷൻ ഓഫ് കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ആൻഡ് പ്രാക്ടീസസ്. എന്താണ് അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റീസോ അവരുടെ കൾച്ചറൽ പ്രാക്ടീസസോ. എന്താണ് നമ്മൾ കൾച്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കും. എന്താണ് ഓരോ സൊസൈറ്റിക്കും എന്താണ് ഓരോരോ കൾച്ചറായിരിക്കും. നമ്മൾ എന്താണ് കേരളത്തിൽ കാണുന്ന എന്താണ് കൾച്ചറൽ ആയിരിക്കില്ല നമ്മൾ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ളത്. നമ്മൾ എന്താണ് കർണാടകയിലോട്ടോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലോട്ടൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ കൾച്ചർ എന്താണ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പം എന്താണ് നമ്മൾ കേരളം എടുത്താൽ എന്താണ് ഓരോ ജില്ല വെച്ച് എന്താണ് ഒരു ഏരിയ വെച്ച് എന്താണ് കൾച്ചർ എന്താണ് അവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് അവരെന്ത് ചെയ്യുന്നു, അവരുടെ കൾച്ചർ പോലും എന്താണ് നമ്മൾ വാല്യൂ ചെയ്യുന്നില്ല. അവരുടെ കൾച്ചർ പോലും എന്താണ് കൾച്ചറൽ പ്രാക്ടീസസ് പോലും എന്താണ് വി ആർ നോട്ട് റെസ്പെക്ടിങ് അല്ലെങ്കിൽ വി ആർ നോട്ട് ഐഡൻറ്റിഫൈങ് ദം. അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ അവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. എന്താണ് നോൺ റെക്കഗ്നിഷൻ, നമ്മളവരെ എന്താണ് അവരുടെ കൾച്ചർ നമ്മൾ എന്താണ് കണ്ടു എന്ന് അല്ലെങ്കിൽ കേട്ടു എന്ന് ഭാവിക്കുന്നത് പോലും ഇല്ല. അതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്താണ് സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യയിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്താണ് നമ്മൾ ഹിസ്റ്റോറിക്കലി എന്താണ് പറയുമ്പോൾ, അതായത് പണ്ട് മുതലുള്ള കാലം തൊട്ടേ എന്താണ് നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ അല്ലെങ്കിൽ ദളിത്സ് എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദളിത്സ് എന്ന് കൊടുത്തത്. അല്ലെങ്കിൽ എന്താണ് ഹരിജൻസ് എന്ന് മഹാത്മാഗാന്ധി എന്താണ് അവരെ വിളിച്ചു. അവരെ എന്ത് ചെയ്യുന്നു നമ്മൾ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ട്രൈബൽ എന്താണ് ഏരിയാസിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു നമ്മൾ സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യുന്നു. നമ്മൾ അവർക്കെതിരെ എന്തുമാത്രം വയലൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഒരുപാട് ട്രൈബൽ ഇഷ്യൂസൊക്കെ കേൾക്കുന്നതാണ്. നമ്മൾ മധു എന്ന് പറയുന്നൊരു ആളുടെ ന്യൂസൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്ക്ലൂഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ റിലീജിയസ് മൈനോറിറ്റീസിനെ എന്ത് ചെയ്യുന്നു എക്സ്ക്ലൂഡ് ചെയ്യുന്നു. മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആസ്പെക്ട്സിൽ ഒക്കെ വരുന്നതാണെന്ന് നമ്മൾ മൈനോറിറ്റീസ്
മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് മുസ്ലിംസ് മാത്രമല്ല, ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നുള്ളൂ. സിഖ്സ്, അതുപോലെ എന്താണ് മറ്റ് റിലീജിയസ് എന്താണ് ഗ്രൂപ്പ്സ് എന്താണ് മൈനോറിറ്റീസ് ആയിട്ടുള്ള മറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് എന്താണ് അവർ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ലെസ് ഇൻ നമ്പറാണ്, ലെസ് ഇൻ നമ്പർ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് നമ്മൾ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ് സൊസൈറ്റിയിൽ ഒരു 80% എന്താണ് ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഒരു റിലീജിയൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഹിന്ദുസ് എന്ന് പറയുന്ന എന്താണ് റിലീജിയനിലെ ആൾക്കാർ എന്താണ് ഒരു 80% കാണും. അപ്പോൾ എന്താണ് ബാക്കി എന്താണ് 20% മാത്രമേ എന്താണ് അവിടെ എന്താണ് സിഖ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിംസോ സിഖ്സോ അല്ലെങ്കിൽ മറ്റ് ജെയിൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു റിലീജിയനിലെ എന്താണ് ആൾക്കാർ കാണുകയുള്ളൂ. അപ്പോൾ ഇവർ എന്ന് പറയുന്നത് 20% എന്ന് പറയുന്നത് ഈ 80% ഉള്ള സൊസൈറ്റിയിൽ നിന്നും ഈ 20% എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മൈനോറിറ്റീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് എന്ത് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് വിമൻ, അതുപോലെ തന്നെ എന്താണ് LGBTQ+ ഇൻഡിവിജ്വൽസ്. വിമൺ എന്താണ് സോഷ്യലി എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം എന്താണ് ഹിസ്റ്റോറിക്കലി പാട്രിയാർക്കൽ സൊസൈറ്റി കാരണം നമുക്ക് വിമന് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവായിരുന്നു. അവരെ വിദ്യാഭ്യാസം നേടാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും ചില ക്ലാസ് കാസ്റ്റ് ഗ്രൂപ്പ്സിൽ അവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാലും അങ്ങനത്തെ വീടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കൾച്ചറൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. സോ അവരെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ LGBTQ+, നമ്മൾ ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ്, ട്രാൻസ്ജെൻഡർ പീപ്പിളിനെയൊക്കെ നമ്മൾ വളരെ അധികമാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്നത്. പക്ഷെ അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവരും മനുഷ്യരാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. എല്ലാവരും നമ്മൾ കാസ്റ്റ്, ക്ലാസ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നും പറഞ്ഞ് മാറ്റി നിർത്താതെ എല്ലാവരും ഒരു മനുഷ്യരാണ് എന്ന് പറയുന്നൊരു ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി വളരെ മനോഹരമായിരിക്കും. പിന്നെന്താണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. നമ്മൾ അവരെയും നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. അവർക്ക് ചിലപ്പോൾ നമ്മുടെ റിസോഴ്സസ് ആക്സസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോലും അവർക്ക് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർ, ഇവർക്കൊന്നും ഇപ്പോൾ നമ്മൾ കേരളം എടുത്താൽ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓഫീസിൽ അവർക്ക് പോകണമെന്ന് വെക്കുക. അവരെങ്ങനെ പോകും? അവരാരെങ്കിലും അവർക്ക് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് പോകാൻ പറ്റുകയുള്ളൂ. നമ്മുടെ റോഡിൽ കൂടി പോലും അവർക്ക് പോകാൻ പറ്റുകയില്ല. കാരണം ഡിഫറെൻ്റ്ലി ഏബിൾഡിന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള ഒരാൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ ഡിഫറെൻറ്റ് പാസേജ്, പാത്ത് വേ വേറെ വേണം. നമുക്ക് നടന്നു പോകാനുള്ള ഏരിയ പോലെ അല്ല അവർക്ക് വീൽ ചെയറിൽ പോകാനുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള കൺട്രീസിലൊക്കെ പോയാൽ നിങ്ങൾ നിങ്ങൾ ഒന്ന് നേരിട്ട് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ. ഫോർ എക്സാമ്പിൾ ബസ്സാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോഴത്തേക്കും ഒരു വീൽ ചെയറിൽ കയറാനുള്ള ആൾക്ക് വേണ്ടിയിട്ട് അവർ അതിലൊരു സെപ്പറേറ്റ് പാത്ത് വേ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അത് ഓപ്പൺ ചെയ്തിട്ട് അവർ കയറിയിട്ട് അത് അടയ്ക്കാറ്. നമ്മൾ ഈ ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമില്ലേ, അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഒരു ഡെവലപ്മെൻറ്റ് എക്സാമ്പിളാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അവർക്ക് അതില്ലെങ്കിൽ നമ്മളവരെ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തുന്ന പോലെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെന്താണ് ഡെഫിനറ്റ്ലി മൈഗ്രൻ്റ് വർക്കേഴ്സും അർബൻ പുവറും. മൈഗ്രൻ്റ് വർക്കേഴ്സ് സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അവരെന്തിനായിരിക്കും മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്? ബെറ്റർ ലിവിങ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചധികം ദിവസക്കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ വില്ലേജ് ഏരിയാസിൽ നിന്നും ഒരു അർബൻ ഏരിയാസിലേക്ക് അവർ വരുന്നത്. പക്ഷേ അർബൻ ഏരിയയിൽ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ താമസിക്കാനുള്ളൊരു വീട് പോലും കിട്ടണം എന്നില്ല. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് നമ്മൾ അർബൻ ഏരിയാസിൽ വളരെ കൂടുതലാണ്. ഒരു വീടിന് വാടക വളരെ കൂടുതലാണ്. അപ്പം അവർക്ക് കിട്ടുന്ന ദിവസക്കൂലിയിൽ നിന്നും അല്ലെങ്കിൽ മാസക്കൂലിയിൽ നിന്നും അവർ വാടകയും കൂടി കൊടുത്താൽ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് അയക്കാൻ കാശ് തികയുന്നുണ്ടാവില്ല. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് നമ്മുടെ സ്ലംസ് ഒക്കെ ഡെവലപ്പായി വരുന്നത്. നമ്മുടെ സ്ലം ഒക്കെ അങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത്. അതൊരു നല്ല കാര്യമല്ല. ഡെവലപ്പായി വരുന്നു എന്ന് പറഞ്ഞാൽ സ്ലംസ് ഒക്കെ അങ്ങനെ ഉണ്ടായി വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ലംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഉണ്ടായി വരുന്നത് അതൊരു നല്ല കാര്യമല്ല. സ്ലംസിനെ നമ്മൾ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. അത് സ്ലംസ് എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് നമുക്ക് വേണ്ട എന്ന് വേണം നമ്മൾ ചിന്തിക്കുക. കാരണം സ്ലംസിൽ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
അതുപോലെ തന്നെ എന്താണ് അർബൻ പുവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർബൻ ഏരിയാസിൽ എന്താണ് റിച്ച് ആൾക്കാരുണ്ട് പുവർ ആൾക്കാരുണ്ട്. കാശുള്ളവർ എന്താണ് നന്നായിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ അവർക്ക് കൂടുതലായിരിക്കും. അവരുടെ എന്താണ് കാശ് കൊടുത്ത് എന്താണ് എത്ര രൂപ കൊടുത്ത് വേണമെങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനം മേടിക്കാനുള്ള കാശ് അവരുടെ കയ്യിൽ കാണും. പക്ഷേ അതേ സെയിം അർബൻ ഏരിയയിൽ തന്നെ എന്താണ് പാവപ്പെട്ട ആൾക്കാരുമുണ്ട്. അപ്പം എന്താണ് നമ്മൾ അവരെ കാണുന്നില്ല. കാരണം എന്താണ് നമ്മൾ അർബൻ പ്ലാനിങ് ഒക്കെ നടത്തുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അർബൻ പ്ലാനിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ പാവപ്പെട്ട ആൾക്കാരായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. അവരുടെ എന്താണ് ഏരിയ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കട ഇട്ടിരുന്നുണ്ടാവാം. അവിടെ ആയിരിക്കും എന്താണ് ചിലപ്പോൾ ഒരു റോഡ് അല്ലെങ്കിൽ NH അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഒക്കെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഡെഫിനറ്റ്ലി എന്താണ് ആ കട അവിടെ നിന്ന് എടുത്ത് മാറ്റിയേ പറ്റുകയുള്ളൂ. അതാണ് എന്താ നമ്മൾ അർബൻ പുവർ സോഷ്യലി എക്സ്ക്ലൂഡഡിൻ്റെ ഏരിയയിൽ പറയാനുള്ള കാരണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ കുറച്ച് കോസസ് നോക്കാം. അതായത് എങ്ങനെയൊക്കെയാണ് എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാസ്റ്റ് സിസ്റ്റം എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഒരു റീസൺ ആണ്. കാരണം എന്താണ് റിജിഡ് ആയിട്ടുള്ള കാസ്റ്റ് ഹയറാർക്കീസ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റാൻ പാടുപെടുന്നതിനാണ് നമ്മൾ റിജിഡ് എന്ന് പറയുന്നത്. അതിങ്ങനെ എന്താണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇപ്പം നമ്മളൊരു റൂള് പറയുകയാണ്, ആ റൂൾ ഇങ്ങനെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. അതിങ്ങനെ ആ റൂള് അനുസരിച്ച് വേണം എന്തായിരിക്കും അത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. റിജിഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇത് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്താണ് നമുക്ക് അപ്പോഴപ്പോൾ വരുത്താൻ പറ്റുന്ന ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിജിഡ് ആയിട്ടുള്ള കാസ്റ്റ് ഹയറാർക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ക്ലാസ് ഹയറാർക്കി കാസ്റ്റ് ഹയറാർക്കി എന്ന് ഒക്കെ പറയും. എന്താണ് ഏറ്റവും മുകളിലൊരു ക്ലാസ് ഉണ്ടാവും അല്ലെങ്കിൽ കാസ്റ്റ് ഉണ്ടാവും, അതിന് താഴെ ആയിരിക്കും എന്ത് ബാക്കി കാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴും എന്താണ് ഇതായിരിക്കും എന്താണ് ഹയർ കാസ്റ്റ്, ഇവരൊക്കെ എന്തായിരിക്കും ലോവർ കാസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് എന്ത് നമ്മൾ കാസ്റ്റ് ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ഹയർ കാസ്റ്റിന് എന്തായിരിക്കും സൊസൈറ്റിയിൽ വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. അവർക്കായിരിക്കും എന്താണ് പവറും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ് അതാണ് റിജിഡ് കാസ്റ്റ് ഹയറാർക്കീസ് പെർപ്പച്വേറ്റ്. പെർപ്പച്വേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ റിജിഡ് കാസ്റ്റ് ഹയറാർക്കീസ് കാരണം എന്ത് വരുന്നു, അൺടച്ചബിലിറ്റി വരുന്നു. അൺടച്ചബിലിറ്റി ഒരു ഇഷ്യൂ ആണ് കേട്ടോ, അൺടച്ചബിലിറ്റി മാത്രമാണെന്നല്ല പറയുന്നത്, അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു അതോടൊപ്പം എക്സ്ക്ലൂഷനും വരുന്നു. അൺടച്ചബിൾസ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു നമ്മൾ മാറ്റി നിർത്തുന്നു. അവരെന്താണ് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് ഹയർ കാസ്റ്റ് ആൾക്കാർ പോകുമ്പോൾ എന്താണ് അവരുടെ എത്രയോ അടി മാറി വേണം എന്താണ് താഴേക്കിടയിലുള്ള ആൾക്കാർ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് റിലീജിയസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അസഹിഷ്ണുത. അതിനെയാണ് നമ്മൾ എന്താണ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. റിലീജിയസ് ഇൻടോളറൻസ് ആ അസഹിഷ്ണുത എന്തിലേക്കായിരിക്കും നയിക്കുന്നത്, ലീഡ്സ് ടു കമ്മ്യൂണൽ വയലൻസ് ആൻഡ് ഗെറ്റൈസേഷൻ. അപ്പോൾ എന്താണ് കമ്മ്യൂണൽ വയലൻസ്, അതായത് എന്താണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള റിലീജിയസ് വയലൻസ് ആയിരിക്കും എന്താണ് അസഹിഷ്ണുത കാരണം വരുന്നത്. അതുമാത്രമല്ല എന്താണ് ഗെറ്റോയിസേഷൻ എന്ത് ചെയ്യുന്നു, ഗെറ്റോയിസേഷനൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഗെറ്റോയിസേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ഇൻടോളറൻസിൻ്റെ മാത്രം ഒരു എന്താണ് കോൺസിക്വൻസ് അല്ല. എന്താണ് ഗെറ്റോയിസേഷൻ എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ആയാലും റിലീജിയസ് ഇൻടോളറൻസ് ആയാലും അല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്തൊരു കോസ് ആയാലും എന്താണ് ഗെറ്റോയിസേഷൻ എന്താണ് അവിടെ സംഭവിക്കുക. പിന്നെ എന്താണ് പാട്രിയാർക്കി എന്താണ് ഒരു കോസാണ് എന്ത് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ. പാട്രിയാർക്കി എന്താണ് നമ്മൾ മോസ്റ്റ്ലി എന്തായിരിക്കും വിമൻ റിലേറ്റഡ് ആയിരിക്കും എന്താണ് ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ കോസായിട്ട് നമ്മൾ എന്താണ് പാട്രിയാർക്കി പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ ഇൻ മെനി സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. എന്താണ് പല സ്ഫിയേഴ്സിൽ, അതിപ്പോൾ എന്താണ് സോഷ്യൽ ആയാലും എക്കണോമിക് ആയാലും പൊളിറ്റിക്കൽ ആയാലും എന്താണ് പാട്രിയാർക്കി കാരണം ഈ എല്ലാ സ്ഫിയേഴ്സിലും എന്താണ് വിമനെതിരെ ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ് വി ഹാവ് എക്കണോമിക് ഇൻഇക്വാളിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിനൈസ് എന്താണ് ആക്സസ് ടു ലാൻഡ്സ്. എന്താണ് വിമന് ലാൻഡ് ആക്സസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ലോവർ കാസ്റ്റ് ആൾക്കാർക്ക് എന്താണ് അവർക്ക് ലാൻഡ് ആക്സസ് ഉണ്ടായിരുന്നില്ല. അവർ പാട്ടത്തിലാണ് എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ എന്താണ് ലാൻഡ് ലോഡ് ജന്മിയുടെ ഭൂമിയിലാണ് അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രിമിറ്റീവ് കാലഘട്ടമൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് പ്രിമിറ്റീവ് കഴിഞ്ഞിട്ട് ഫ്യൂഡൽ സൊസൈറ്റി ഒക്കെ നമ്മൾ പറയില്ലേ, മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായിരുന്ന സമൂഹം. അവിടെയൊക്കെ എന്താണ് അവർ എന്താണ് ഫ്രീ ആയിട്ടാണ് ലേബർ അവരുടെ ജോലി ആ ലാൻഡിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് തിരിച്ചെന്താണ് വേജ് പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് ക്യാപിറ്റലിസം എന്ന് പറയുന്നൊരു ഏരിയ വന്നപ്പോഴാണ് ഒരു കാലഘട്ടം വന്നപ്പോഴാണ് അവർക്ക് വേജ് തന്നെ ലഭിച്ചു തുടങ്ങിയത്. അവർക്ക് എന്താണ് ലാൻഡ് ആക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ആക്സസ് ടു ലാൻഡ് മാത്രമല്ല ജോബ്സും എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിൽ എന്താണ് പണ്ട് കാലത്തൊന്നും പറയേ വേണ്ട. പിന്നീടാണ് എഡ്യൂക്കേഷനൊക്കെ എന്താണ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് തുടങ്ങിയത്. നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സും നമ്മുടെ റെവല്യൂഷണറീസ് ഒക്കെ വന്നപ്പോഴാണ് എഡ്യൂക്കേഷൻ എന്താണ് എല്ലാ കാസ്റ്റ് ആൻഡ് ക്ലാസ്സിലുള്ള ആൾക്കാർക്കും ആക്സസിബിൾ ആയിട്ട് തുടങ്ങിയത്.
ദെൻ വി ഹാവ് എന്താണ് ഒരു ജനറൽ ടേം ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്. അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ എന്താണ് കോൺസെപ്റ്റ്സും കൂടി ഒരു ജനറൽ ടേം ആയിട്ടാണ് എന്താ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് കാണിക്കാറില്ലേ? ഫോർ എക്സാമ്പിൾ അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് പബ്ലിക് ആയിട്ടുള്ള വെല്ല്, അതുപോലെ എന്താണ് കിണർ, പബ്ലിക് വാട്ടർ സ്പേസ് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളവരെ മാറ്റി നിർത്തുന്നു. അവർ നമ്മളെ ഒന്ന് തൊട്ടാൽ തന്നെ എന്താണ് നമ്മൾ ആ വസ്ത്രം എടുത്ത് കത്തിച്ചു കളയുന്നു. അങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസും. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഓരോ ആൾക്കാരെ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിനെ കുറിച്ച് എന്താണ് നമുക്ക് കുറച്ച് സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നു. അവരിങ്ങനെയാണ്, അവരിങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക. അവരുടെ ഫോർ എക്സാമ്പിൾ വിമൺ ആണെങ്കിൽ എന്താണ് പീരീഡ്സ് ആവുന്ന സമയത്ത് എന്താണ് കിച്ചണിലെ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല, എന്താണ് പൂജാമുറിയിൽ കയറാൻ പറ്റില്ല, അവിടെ തുടരുത് ഇവിടെ തുടരുത്. അതൊക്കെ എന്താണ് സ്റ്റീരിയോടിപ്പിക് ആയിട്ടുള്ള ബിലീവ്സും തിങ്കിങ് പാറ്റേൺസ് ആണ്. ഇതെല്ലാം എന്താ സോഷ്യൽ എക്സ്ക്ലൂഷന് കാരണമാകുന്നു. പിന്നെ എന്താണ് വി ഹാവ് ഗ്ലോബലൈസേഷൻ എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ആഘാതം കൂട്ടി എന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സൊക്കെ പറയുമ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ നമ്മൾ എന്താണ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ പറയും. പക്ഷേ എന്താണ് കോൺസെപ്റ്റ് എടുത്താലും എന്ത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം എടുത്താലും അതിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡെഫിനറ്റ്ലി എന്താണ് അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്ലോബലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് കൂടി, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻസ് കൂടി, നമുക്കിവിടെ നിന്നും ഒരാൾക്ക് എന്താണ് ടെക്നോളജീസ് കൂടി, അതെല്ലാം കൂടി. പക്ഷേ അവിടെയും എന്താണ് എക്സ്ക്ലൂഷൻ സംഭവിക്കുന്നുണ്ട്. എക്സ്ക്ലൂഡ്സ് ട്രഡീഷണൽ ഒക്കുപ്പേഷൻസ് ആൻഡ് റൂറൽ ഫ്രം ബെനിഫിറ്റ്സ്. എന്ത് ചെയ്യുന്നു? ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ കൂടി. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. മെക്കാനിക്കൽ ആസ്പെക്ട്സ് കൂടി, അതായത് എന്താണ് മെഷീൻസ് വന്നു തുടങ്ങി. അപ്പം എന്ത് ചെയ്യാം? ഹ്യൂമൻ ലേബർ അവിടെ ഉണ്ടാവുമോ? ഹ്യൂമൻ ലേബർ അവിടെ കുറഞ്ഞു. കാരണം എന്ത് ചെയ്തു? ഹ്യൂമൻ ലേബറിനെ ആര് റീപ്ലേസ് ചെയ്തു? മെഷീൻസ് റീപ്ലേസ് ചെയ്തു. നമുക്ക് ഗ്ലോബലൈസേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇങ്ങനെ ഇത് എന്താണ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. എന്താണ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ? അവരെന്ത് ചെയ്യുന്നു? പൊളിറ്റിക്കലി എന്താണ് അവർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ വിമൺ ആയാലും എന്താണ് പണ്ട് കാലത്താണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനോ ഷെഡ്യൂൾഡ് ട്രൈബ്സിനോ അല്ലെങ്കിൽ എന്താണ് ട്രൈബൽ ഏരിയാസിലുള്ള ആൾക്കാർക്കോ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്കോ എന്താണ് പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു. പണ്ടെന്താണ് നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് തന്നെ ഇല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ വിമൺ എന്താണ് വോട്ടിംഗ് റൈറ്റ്സ് തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് 18 years കഴിഞ്ഞാൽ എന്താണ് വോട്ടിംഗ് റൈറ്റ്സിനുള്ള അവകാശം നമ്മുടെ ലീഗൽ ആസ്പെക്ട്സും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്. പണ്ടെന്താണ് നമ്മൾ ഈ വിമൻ റിലേറ്റഡ് നമ്മൾ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താണ് പറയാം. അതായത് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വേവ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഫെമിനിസം, അതിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ആണെന്ന് തോന്നുന്നു. വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടി വിമൻ്റെ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിനാണ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം എന്താണ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണേ, ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ്. നമുക്കതിവിടെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞോളൂ. അത് വേണമെങ്കിൽ അവിടെ വിട്ടേക്കാം. അപ്പോൾ എന്താണ് ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കോസസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് എക്സ്ക്ലൂഷൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം. അപ്പോൾ സ്പേഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോഗ്രഫിക്കലി ഏരിയാസ് റിലേറ്റഡ് ആണ് നമ്മൾ സ്പേഷ്യൽ എന്ന് പറയുന്നത്. SPATIAL. അപ്പോൾ എന്താണ് സ്പേഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഇൻക്ലൂഡ് ഡിസ്പാരിറ്റീസ് ബിറ്റ്വീൻ എന്താണ് റൂറൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസ്. ജോഗ്രഫിക്കലിയൊക്കെ എന്താണ് റൂറൽ ഏരിയ അല്ലെങ്കിൽ അർബൻ ഏരിയ, അത് തമ്മിലുള്ള ഡിസ്പാരിറ്റീസ്. റൂറലും അർബനും തമ്മിൽ എന്താണ് ഭയങ്കര ഡിസ്പാരിറ്റിയാണ്. കാരണം എന്താണ് അർബൻ ഏരിയാസ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരിക്കും, റൂറൽ ഏരിയാസ് കുറച്ചുകൂടി അൺഡെവലപ്ഡ് ആയിരിക്കും. റൂറൽ ഏരിയാസിൽ എന്താണ് മോസ്റ്റ്ലി അഗ്രികൾച്ചറൽ ലേബർ ആയിരിക്കും. അർബൻ ഏരിയാസിൽ കുറച്ചുകൂടി എന്താണ് സർവീസ് റിലേറ്റഡ് ജോബ്സ്, ഇൻഡസ്ട്രി റിലേറ്റഡ് ജോബ്സ്, അതൊക്കെ ആയിരിക്കും എന്താണ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ജിയോഗ്രഫിക്കലി അഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ഏരിയാസ്. ജോഗ്രഫിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ് കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിൽ താമസിക്കുന്നവർ, ഇവരെന്താണ് ജോഗ്രഫിക്കലി കുറച്ച് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്താണ് പെട്ടെന്നൊരു കടൽക്ഷോഭം വരികയോ കോസ്റ്റൽ ഇറോഷൻ അല്ലെങ്കിൽ സുനാമി വരികയോ ചെയ്താൽ എന്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാർക്കായിരിക്കും. ഇനി ഹിൽ ഏരിയസിലാണെങ്കിൽ എന്താണ് ലാൻഡ് സ്ലൈഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്താണ് കുറച്ചുകൂടി അവർക്കാണ് കുറച്ചുകൂടി ഇഷ്യൂ ഉണ്ടാകുന്നത്. അതാണ് ജോഗ്രഫിക്കലി അഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ഏരിയാസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ,
പിന്നെ എന്താണ് സ്പേഷ്യൽ ഡിസഡ്വാൻറ്റേജ് മേ റിസൾട്ട് ഫ്രം ദി റിമോട്ട്നെസ് ഓഫ് എ ലൊക്കേഷൻ. റിമോട്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് റിമോട്ട്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും. ചിലപ്പോൾ അവിടെ മര്യാദയ്ക്ക് റോഡ് ഉണ്ടാവത്തില്ല, ടാറിട്ട റോഡൊന്നും ഉണ്ടാവത്തില്ല, കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡായിരിക്കും. പിന്നെ എന്താണ് ഇന്റർനെറ്റ് കണക്ഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണില്ല. അതാണ് എന്ത് റിമോട്ട്നെസ് എന്ന് നമ്മൾ വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിമോട്ട്നെസ് ഓഫ് എ ലൊക്കേഷൻ വിച്ച് മേക്ക് ഇറ്റ് ഫിസിക്കലി ഡിഫിക്കൾട്ട് ഫോർ ഇറ്റ്സ് ഇൻഹാബിറ്റൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബ്രോഡർ സോഷ്യോ എക്കണോമിക് പ്രോസസ്. അതായത് എന്താണ് വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അതായത് ആ സ്ഥലത്ത് നിന്നും എന്താണ് കുറച്ച് സിറ്റിയിലോട്ട് വരണമെങ്കിൽ എന്താണ് നമ്മൾ കുറേ അധികം നടക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യും. അപ്പോൾ എന്താണ് ആ സ്ഥലത്തോട്ട് ബസ്സോ ഒരു ജീപ്പ് സർവീസോ അല്ലെങ്കിൽ ഒരു ബസ് സർവീസ് പോലും എന്താണ് ഇല്ലാതെ വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ഡെഫിനറ്റ്ലി ബ്രോഡർ ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് പ്രോസസ്സ് കാണത്തില്ല. കാരണം എന്താണ് അത്രയും ഡിഫിക്കൽട്ടായിട്ട് ട്രാവൽ ചെയ്ത് വന്ന് എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ നേടുന്നതെന്ന് ചിലപ്പോൾ അവർ ചിന്തിച്ചേക്കാം. അപ്പോൾ എന്താണ് അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതാവുന്നു. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് ചിലപ്പോൾ അവരൊരു എംപ്ലോയ്മെൻറ്റ് ചെയ്തെന്ന് വരത്തില്ല, ഒരു ജോബ് കിട്ടിയാലേ അവർ വന്നു എന്ന് വരത്തില്ല. കാരണം എന്താണ് അവരവിടെ തന്നെ നിന്ന് അവിടെയുള്ള എന്തെങ്കിലും ചെറിയ ജോലി ചെയ്തായിരിക്കും എന്താണ് അവർ ജീവിക്കുന്നത്. അതാണ് നമ്മൾ സ്പേഷ്യൽ ഫാക്ടേഴ്സിൻ്റെ കീഴിൽ പറയുന്ന കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും ഓർ ഇറ്റ് മേ ഓപ്പറേറ്റ് ത്രൂ ദി സെഗ്രിഗേഷൻ ഓഫ് urban environments and the subcultures of എന്താണ് violence, criminality, drug dependence and squalor which can often characterize urban slums and excluded neighborhoods. അപ്പോൾ എന്താണ് സ്പെഷ്യൽ ഫാക്ടേഴ്സിൻ്റെ ബാക്കി മറ്റ് ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സ് അല്ലാതെ എന്തൊക്കെ കാണാം, അർബൻ എൻവയോൺമെൻറ്റ്സിലുള്ള ചില പ്രശ്നങ്ങൾ. അവിടുത്തെ സബ് കൾച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു അർബൻ എൻവയോൺമെൻറ്റിൽ ഞാൻ പറഞ്ഞു എന്താണ് നല്ല കാര്യങ്ങളും കാണും ചീത്ത കാര്യങ്ങളും കാണും. അപ്പോൾ എന്താണ് അവിടെ വയലൻസ് കാണും, ക്രിമിനാലിറ്റി കാണും, അതുപോലെ തന്നെ എന്താണ് ചിലപ്പോൾ ഡ്രഗ് ഡിപ്പെൻഡൻസ്, ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇപ്പോൾ ഡ്രഗിൻ്റെ ഇഷ്യൂ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥയാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്താണ് കൂടുതൽ എന്താണ് ഡ്രഗ് ഇഷ്യൂസിലോട്ടൊക്കെ എന്താണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഡ്രഗ് ആയാലും ആൽക്കഹോൾ ഇഷ്യൂസ് ആയാലും ഒക്കെ ഡ്രഗ് ഡിപ്പെൻഡൻസും ആൽക്കഹോൾ ആയാലും ഒക്കെ. ആൻഡ് സ്ക്വാലർ എന്ന് പറഞ്ഞാൽ എന്താണ് പോവർട്ടിയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് എന്ത് സ്ക്വാലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും എന്താണ് നിങ്ങൾ എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കില്ല. ഇവിടെ ജസ്റ്റ് ഒരു വേർഡ് ഇട്ടേക്കുന്നുള്ളൂ. പോവർട്ടിയൊക്കെ ഉണ്ടായി കാരണം ഉണ്ടാവുന്ന ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള, അതായത് കൂടുതൽ സന്തോഷമൊന്നുമില്ല, അത്ര ഹാപ്പി ഒന്നുമില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഇത് സ്ക്വാലർ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ഓഫൻ ക്യാരക്ടറൈസ് അർബൻ സ്ലംസ്. അപ്പോൾ ഇതെന്താണ് മോസ്റ്റ്ലി എന്താണ് അർബൻ സ്ലംസിൻ്റെ ക്യാരക്ടറൈസ്ഡ് ആയിരിക്കും ആൻഡ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള നെയ്ബർഹുഡ്സ്. അതെന്താണ് എല്ലാ നെയ്ബർഹുഡ്സും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കില്ല. ചിലർ നമ്മൾ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അപ്പോൾ ഒരു വലിയ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കുറേ ആൾക്കാരൊക്കെ കാണും. ഇവരുടെ ഒക്കെ ഇടയിൽ മോസ്റ്റ്ലി കാണപ്പെടുന്ന പ്രശ്നങ്ങളാണിത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ. നേരത്തെ ഞാൻ സ്ലമ്മിൻ്റെ കാര്യം പറഞ്ഞു സ്ലം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം സ്ലം എന്ന് പറയുന്ന ഏരിയ ക്രിയേറ്റ് ആയി തുടങ്ങുമ്പോൾ അവർ ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടെ കൂടുതൽ ആൾക്കാർ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ച് തുടങ്ങുമ്പോൾ അവിടെ കുറച്ചുകൂടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഡ്രഗ് അബ്യൂസും ക്രിമിനൽ ആസ്പെക്ട്സും വയലൻസ് ഒക്കെ ഏരിയയിൽ കുറച്ച് കൂടുതലായിരിക്കാം. ഓക്കെ, ഇൻ സം കേസസ് ghettos of marginalized religious ethnic groups can form as the direct result of communal violence. അപ്പോൾ കമ്മ്യൂണൽ വയലൻസിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസിൻ്റെ കാരണമായിട്ട് ഗെറ്റോസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഗെറ്റോസ്, നമ്മൾ നേരത്തെയും ഗെറ്റോയിസേഷൻ അല്ലെങ്കിൽ ഗെറ്റോസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിക്കാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇതെന്താണ്, അല്ലെങ്കിൽ ഗെറ്റോസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്യുന്നതിൽ എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസസ് നിങ്ങൾക്കുണ്ട്. കാരണം കുറച്ച് ഓപ്ഷൻസ് എന്നിട്ട് ഇതിൽ ഏതാണ് എക്കണോമിക് എക്സ്ക്ലൂഷനിൽ പെടുന്നത് അല്ലെങ്കിൽ ഇത് ഏതാണ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷനിൽ പെടുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് കൃത്യമായി നോക്കി വെക്കാം. ഗെറ്റോയിസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗെറ്റോയിസേഷൻ എന്ന് പറയുന്നത് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മോസ്റ്റ്ലി എന്തായിരിക്കും റേസ്, റിലീജിയൻ, കാസ്റ്റ്, എത്നിസിറ്റി ബേസ്ഡ് ആയിരിക്കും. അതായത് അവരുടെ കളർ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ ബേസ്ഡ് ആയിട്ടോ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടോ എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചറൽ ആസ്പെക്ട്സ് ഒക്കെ ബേസ്ഡ് ആയിട്ടോ ആയിരിക്കും അവർ ഈ ഗെറ്റോയിസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. ബിക്കംസ് ഐസൊലേറ്റഡ്, അവരെന്ത് ചെയ്യുന്നു, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ആൻഡ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ എ സെപ്പറേറ്റ് ഓഫൺ പൂർ ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഒറ്റപ്പെടുന്ന ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നു, അവർ
അപ്പോൾ അവർ മനഃപൂർവ്വം എന്താണ് അവിടെ വന്ന് താമസിക്കുന്നതല്ല. അവർക്ക് കാരണം എന്താണ്, എല്ലാവരുടെയും ആഗ്രഹം എന്താണ്, സൊസൈറ്റിയിൽ ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളിലും ഇടപെടണം, എല്ലാ റിസോഴ്സസും നമുക്ക് കിട്ടണം, എഡ്യൂക്കേഷൻ കിട്ടണം, നല്ല ജോലി ചെയ്യാൻ പറ്റണം, നല്ല ജീവിതം വേണം. ഇതെല്ലാം എന്താണ്, എല്ലാ മനുഷ്യർക്കും, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിലെ ഡിസ്ക്രിമിനേഷൻ, വയലൻസ്, സ്റ്റീരിയോടൈപ്സ്, പാട്രിയാർക്കി, ഇങ്ങനെയുള്ള ഇഷ്യൂസ്, ഇനിക്വാലിറ്റീസും എക്കണോമിക് സോഷ്യൽ ഇനിക്വാലിറ്റീസ് ഒക്കെ കാരണം എന്താണ്, എല്ലാവർക്കും ഒരുപോലെ ഇതൊന്നും ലഭിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യുന്നു, ചില ആൾക്കാർ അവർക്ക് താല്പര്യമില്ലെങ്കിലും അവർക്ക് ഇഷ്ടമില്ലെങ്കിലും എന്താണ്, നമ്മുടെ സൊസൈറ്റി തന്നെ എന്താണ് അവരെ ഫോഴ്സ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ. അവരെന്ത് ചെയ്യുന്നു, ഒരു മറ്റൊരു സ്ഥലത്ത് പോയി സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ മോസ്റ്റ്ലി എന്തായിരിക്കും, അവർ പുവർ ആയിരിക്കും ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഏരിയ ആയിരിക്കും. ലിമിറ്റഡ് ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതിനെയാണ് ഗെറ്റോയിസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗെറ്റോയിസേഷൻ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അതായത് റിച്ച് ആൾക്കാരും എന്ത് ചെയ്യുന്നു, അതായത് ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതും ആസ് എ കൈൻഡ് ഓഫ് ഗെറ്റോയിസേഷൻ. പക്ഷെ എന്താണ്, അത് വോളണ്ടറി ആയിട്ടുള്ള ഗെറ്റോയിസേഷൻ ആണ്. ദാറ്റ് ഈസ് വോളണ്ടറി. ഓക്കെ, ബിക്കോസ് എന്താണ്, ദേ ആർ റിച്ച്. അപ്പോൾ എന്താണ്, ആ ഏരിയയിൽ, ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ റിച്ച് പീപ്പിൾ. അപ്പോൾ ദാറ്റ് ഈസ് ലൈക്ക് എ പോസിറ്റീവ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഗെറ്റോയിസേഷൻ നെഗറ്റീവ് ആസ്പെക്റ്റിലായിരിക്കും എന്താണ്, അതായത് ഒരു ഇഷ്യൂ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരെയാണെന്ന് നമ്മൾ ഗെറ്റോയിസേഷൻ കൂടുതൽ നമ്മൾ മാർജിനലൈസേഷൻ, വയലൻസ്, ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി എന്താണ്, വോളണ്ടറി ആയിട്ട് അവർ താമസിക്കുന്ന ആസ്പെക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പേഷ്യൽ ഫാക്ടർ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫാക്ടറാണ് എന്ത്, മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മൈഗ്രേഷൻ ക്യാൻ ആക്ട് ബോത്ത് ആസ് എ വേ ഓഫ് മൂവിങ് ഔട്ട് ഓഫ് പോവർട്ടി ആൻഡ് കോസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ എന്താണ്, നമ്മൾ പോവർട്ടിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി മൈഗ്രേഷൻ ചെയ്തത്. ഇവിടെ നിന്ന് എന്താണ്, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പോയി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന എന്തിനാണ്, ജോലി നേടുന്ന എന്തിനാണ്, നമ്മൾ ജനിച്ച സ്ഥലത്തുള്ള പോവർട്ടി മാറാൻ വേണ്ടിയിട്ടായിരിക്കും എന്താണ് നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി എന്താണ് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു, അത് അങ്ങനെയും ആക്ട് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പോവർട്ടിയിൽ നിന്ന് മാറാൻ വേണ്ടി ചെയ്യുമ്പോൾ അതൊരു സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ കാരണമായിട്ടും മാറാം. റൂറൽ അർബൻ മൈഗ്രൻസ് ഫോർ എക്സാമ്പിൾ ഓഫൻ ഡു നോട്ട് ബെനിഫിറ്റ് ഫ്രം ദി സെയിം പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ് ആസ് അതർ അർബൻ സിറ്റിസൺസ്. അപ്പോൾ എന്താണ്, ഈ റൂറൽ അർബൻ മൈഗ്രൻസിന് എന്താണ്, അവിടെ ഉള്ള മറ്റ് അർബൻ സിറ്റിസൺസിനേക്കാളും എന്താണ് ബെനിഫിറ്റ്സ് എന്താണ് വളരെ കുറവായിരിക്കും. അത് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ആയാലും സോഷ്യൽ ബെനിഫിറ്റ് ആയാലും എക്കണോമിക് റൈറ്റ്സ് ആയാലും എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് വളരെ കുറവായിരിക്കും. കാരണം ഒരു റൂറൽ ഏരിയയിൽ നിന്നും അവർ അർബൻ ഏരിയയിൽ മൈഗ്രേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ വരുമ്പോൾ എന്താണ് അവർക്ക് അവിടെ എല്ലാ കണ്ടീഷൻസും എന്താണ് കിട്ടണമെന്നില്ല. അവർക്ക് ഡെഫിനറ്റ്ലി എന്താണ് അവിടെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അത് കാരണം എന്താണ് അവർ എക്സ്ക്ലൂഡഡ് ആവും നമ്മുടെ മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്നും. they often find themselves in insecure. എന്താണ്, അവർക്ക് ഇൻസെക്യൂരിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ എന്താണ്, അവർ വിചാരിക്കുന്ന അത്ര സാലറി ഉള്ള ജോലി അല്ലെങ്കിൽ വേജ് കിട്ടുന്ന, അത് ഡെയിലി വേജ് ആയാലും മന്ത്ലി വേജ് ആയാലും അത്രയും കിട്ടുന്ന ജോലി എന്താണ് ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. or become concentrated in vulnerable areas such as slums ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഹൗസിംഗ് എസ്റ്റേറ്റ്സ് ആയിരിക്കാം, വിത്ത് ഹൈ ലെവൽസ് ഓഫ് ക്രിമിനാലിറ്റി ആൻഡ് വയലൻസ്. എന്താണ്, അപ്പോൾ ഇവർക്ക് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന അത്ര എന്താണ് വേജ്, ദിവസക്കൂലി അല്ലെങ്കിൽ ശമ്പളം തന്നെ ഇവർക്ക് കിട്ടണം എന്നില്ല. അങ്ങനെ ലോ പെയ്ഡ് ആയിട്ടുള്ള എന്താണ് ജോലി കിട്ടുമ്പോൾ എന്താണ് അവർക്ക് ആ പൈസയ്ക്ക് അനുസരിച്ച് മാത്രമേ എന്നാളൂ ജീവിക്കാനുള്ള സ്ഥലം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് ഹൈ റെന്റ് കൊടുത്തിട്ട് ഒരു വീടോ അല്ലെങ്കിൽ മറ്റെവിടെയോ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെന്ത് ചെയ്യുന്നു, സ്ലംസ് അല്ലെങ്കിൽ മറ്റ് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഹൗസിംഗ് ഏരിയാസ് അവർ ചൂസ് ചെയ്യുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു, അവിടെ ചിലപ്പോൾ എന്താണ് എല്ലാവരും വയലൻസിലോട്ടോ ക്രിമിനാലിറ്റിയിട്ടോ പോകുമെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ ഇതിനുള്ള ചാൻസസ് കൂടുതലാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടൈപ്സും കൂടി നോക്കാം. അതായത് നമ്മൾ പഠിച്ച ആസ്പെക്ട്സ് തന്നെയാണ്, അതായത് ഡയമെൻഷൻസ് തന്നെയാണ്, പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് ഹെഡിങ്സിൽ അത് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്പെക്ട്സ് തന്നെയാണ്. എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണെങ്കിൽ എന്താണ് നമ്മൾ സോഷ്യൽ ലൈഫിൽ, അതിപ്പം എഡ്യൂക്കേഷൻ ആയാലും എന്താണ് ഹെൽത്ത് കെയർ ആയാലും സോഷ്യൽ നെറ്റ്വർക്ക്സ് ആയാലും മറ്റ് കൾച്ചറൽ പ്രാക്ടീസസ് ആയാലും എന്ത് നമ്മളവരെ ഫുൾ പാർട്ടിസിപ്പേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു, നമ്മളവരെ ഡിനൈ ചെയ്യുന്നു. അതിൻ്റെ കീ ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്, സ്റ്റിഗ്മയും ഡിസ്ക്രിമിനേഷനും കാണും,
അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ സർവീസ് നമുക്ക് അവർക്ക് മര്യാദയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബാരിയേഴ്സ് അല്ലെങ്കിൽ എന്താണ് ബ്ലോക്ക് കാണും. പിന്നെ എന്താണ് ലാക്ക് ഓഫ് ബിലോങ്ങിങ് ആൻഡ് റെക്കഗ്നിഷൻ. അവർക്ക് എന്താണ് അവർ സൊസൈറ്റിയിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ളൊരു എന്താണ് തോന്നൽ പോലും അവർക്ക് ഉണ്ടാവുകയില്ല. കാരണം എന്താണ് എല്ലാത്തിലും നിന്നവരെ നമ്മൾ മാറ്റി നിർത്തുന്നു. അപ്പോൾ എന്താണ് അവരുടെ ജീവിക്കുന്ന സമൂഹം അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി അവരുടേത് കൂടിയാണെന്ന് അവർക്ക് തോന്നണം. അതിന് അവർക്ക് എല്ലാത്തിലും ഫുൾ പാർട്ടിസിപ്പേഷനും റിസോഴ്സസ് ഒക്കെ കിട്ടണം. പക്ഷെ എന്താണ് അവർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ദേ ഫീൽ ലാക്ക് ഓഫ് ബിലോങ്ങിങ് ആൻഡ് റെക്കഗ്നിഷൻ. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് എക്കണോമിക് എക്സ്ക്ലൂഷൻ. ദ സിസ്റ്റമാറ്റിക് റെസ്ട്രിക്ഷൻ ഫ്രം ആക്സസിങ് എക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് എംപ്ലോയ്മെൻറ്റ്, ഇൻകം, അതുപോലെ തന്നെ എന്താണ് മറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എന്താണ് അവർക്ക് കിട്ടുന്നില്ല. അതാണ് എന്ത് എക്കണോമിക് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ജോബ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. പിന്നെ എന്താണ് പോവർട്ടി ട്രാപ്സ് ആൻഡ് അൺഈക്വൽ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. കാരണം എന്താണ് അവർക്ക് എക്കണോമിക് ആസ്പെക്ട്സ് കിട്ടുന്നില്ല, ജോബ് കിട്ടുന്നില്ല, എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. സോ എന്താണ് അവർ പോവർട്ടിയിലേക്ക് എത്തുന്നു. പിന്നെന്താണ് അൺഈക്വൽ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അവിടെ സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്താണ് റിച്ച് ബിക്കം റിച്ചർ ആൻഡ് പുവർ ബിക്കം പുവർ എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ഓക്കെ, അൺഈക്വൽ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെന്താണ് ഇൻഎക്സസിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിസ്റ്റംസ്. എന്താണ് വിമനായാലും ഫോർ എക്സാമ്പിൾ എന്താണ് ഇൻഫോർമൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് എന്താണ് ഫോർമൽ ഏരിയാസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസസ് എന്നൊക്കെ മാറി എന്താണ് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ, പിന്നെന്താണ് മറ്റ് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ, പിന്നെന്താണ് ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെ എന്താ ഇൻഫോർമൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് റെഫ്യൂജീസ് ഒക്കെ എന്താണ് ഇതിൽ പെടുന്നു. ഓക്കെ, പിന്നെ ഡെഫിനറ്റ്ലി എന്താണ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ഉണ്ടായിരുന്നു. ഡിനയൽ ഓഫ് ദി റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതിപ്പോൾ എന്താണ് ലോക്കൽ ലെവലായാലും നാഷണൽ ലെവലും ലോക്കൽ ലെവലായാലും നാഷണൽ ലെവലായാലും ഗ്ലോബൽ ലെവലായാലും എന്താ പറയുക പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനൈ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഡിസെൻഫ്രാഞ്ചൈസ്മെൻറ്റ് എന്താണ്? ഡിനയൽ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ് എന്താണ്? വോട്ടിംഗ് റൈറ്റ്സ് വോട്ടിങ്ങിന് അവകാശമില്ലാത്ത ആൾക്കാർ എന്നാണ് ഡിസെൻഫ്രാഞ്ചൈസ്മെൻറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനൈ ചെയ്യുന്നു. അവർ എന്താണ് മര്യാദയ്ക്ക് എന്താണ് അവർക്ക് പൊളിറ്റിക്കലി റെപ്രസെൻറ്റേഷൻ പോലും എന്താണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവില്ല. പിന്നെന്താണ് അവരുടെ വോയിസ് നമ്മൾ സപ്രസ് ചെയ്യുന്നു. അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല, അഥവാ അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അടിച്ചമർത്തുന്നു. അതിനെയാണ് എന്ത് സപ്രഷൻ എന്ന് സപ്രഷൻ ഓഫ് ഡിസെന്റ് ഓർ വോയിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ആസ്പെക്ട്സും ഡയമെൻഷൻസും ടൈപ്സ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. നമുക്കിനി കോൺസിക്വൻസസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് ആണ്? എന്താണ് ഡെഫിനറ്റ്ലി എന്താണ് പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസങ്ങൾ. എന്താണ് ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം കാണും, തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും. അതാണ് എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇൻഇക്വാലിറ്റീസ്. എല്ലാവർക്കും ഒരുപോലെ ഹെൽത്ത് ആക്സസ് ഉണ്ടാവുന്നില്ല. നല്ല കാശുള്ളവരാണെങ്കിൽ എന്ത് അസുഖം വന്നാലും എന്താണ് നല്ല കാശ് കൊടുത്ത് മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സിക്കുന്നു. പാവപ്പെട്ടവരാണെങ്കിൽ എന്താണ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. പിന്നെന്താണ് ഒരു സൈക്കോളജിക്കൽ ട്രോമ അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്താണ് കൂടുതൽ എന്താണ് ഒരുപാട് നേരം നമ്മൾ ഒരാളെ എന്താണ് സോഷ്യലി എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ എന്താണ് എന്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ സ്കൂളിലൊക്കെ ആരെങ്കിലുമൊക്കെ കളിയാക്കുന്നു, അവർക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ നിറത്തിൻ്റെ പേര് പറഞ്ഞ ആളെയൊക്കെ കളിയാക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് ഡെഫിനറ്റ്ലി എന്താണ് ഒരു ട്രോമ ഉള്ളിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും വരും. എന്താണ് നമ്മളെപ്പോഴും ചെറുതാണ്, എന്താണ് എല്ലാവരും എന്നെ ഇങ്ങനെ എന്താണ് മാറ്റി നിർത്തുന്നത്, കുറ്റം പറയുന്നത്, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. പിന്നെ സോഷ്യൽ അൺട്രസ്റ്റ് ആൻഡ് വയലൻസ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സംഭവിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാം റിസൾട്ട് ചിലപ്പോൾ എന്താണ് സോഷ്യൽ അൺട്രസ്റ്റും വയലൻസും ഒക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ് ത്രെറ്റ് ടു ഡെമോക്രസി ആൻഡ് സോഷ്യൽ കൊഹഷൻ. അപ്പോൾ എന്താണ് വയലൻസും സോഷ്യൽ അൺട്രസ്റ്റും ഒക്കെ സംഭവിക്കുമ്പോൾ എന്താണ് സോഷ്യൽ കൊഹഷൻ കാണില്ല. സോഷ്യൽ കൊഹഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരുമ കാണില്ല. സോഷ്യൽ ഓർഡറൊക്കെ എന്താണ് മാറ്റുക. അവിടെ എന്താണ് എപ്പോഴും സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം. പിന്നെ ഡെമോക്രസിക്കും എന്താണ് അതൊരു ത്രെട്ട് തന്നെയാണ്. അതൊരു എന്താണ് ത്രെട്ട് തന്നെയാണ് എന്ത് ഡെമോക്രസിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമുക്ക് സോഷ്യൽ ഇൻക്ലൂഷൻ്റെ കുറച്ച് ആസ്പെക്ട്സ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്ത ആൾക്കാരെ നമ്മൾ സൊസൈറ്റിയിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് അത് കുറച്ച് എന്താണ് പോളിസീസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോസസ്സ് ആയിരിക്കാം ദാറ്റ് എനേബിൾ ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഫുള്ളി ഇൻ സൊസൈറ്റി. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നു സൊസൈറ്റിയിൽ ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്ത് വേണ്ടി ശ്രമിക്കുന്നു. പ്രൊമോട്ട്സ് ഇക്വാലിറ്റി ഓഫ് ആക്സസ്. എന്താണ് എല്ലാവർക്കും ഇതാണ്
equality of access to the resources, services and opportunities regardless of identity or background. അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി നോക്കാതെ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, അവർ ഇന്ന ജാതിയിലുള്ള ആളാണോ, ഇന്ന റിലീജിയനിലുള്ള ആളാണോ, ഇന്ന കാസ്റ്റിലുള്ള ഇന്ന ക്ലാസ്സിലുള്ള ആളാണോ, അല്ലെങ്കിൽ ഇന്ന നിറത്തിലുള്ള ആളാണോ എന്ന് പറഞ്ഞ് അവരുടെ ഐഡൻറ്റിറ്റിയും ബാക്ക്ഗ്രൗണ്ടും നോക്കാതെ എല്ലാവർക്കും എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുക. അതാണ് എന്ത് സോഷ്യൽ ഇൻക്ലൂഷൻ്റെ മെയിനായിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗോൾ? സോഷ്യൽ ഇൻക്ലൂഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് അച്ചീവിങ് ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമൂഹം. ടു അച്ചീവ് ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി വേർ എവറി പേഴ്സൺ ഫീൽസ് വാല്യൂഡ്. എല്ലാവർക്കും എന്താണ് അവരുടേതായ വാല്യൂ ഉണ്ട്. നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാവരും എന്താണ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ആൻഡ് ഹാസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. അപ്പം ഈ സോഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസും അല്ലെങ്കിൽ പോളിസീസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് എന്താണ് ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിൽ നമ്മൾ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ആർട്ടിക്കിൾസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം സോഷ്യൽ പ്രോബ്ലംസിൻ്റെ കീഴിൽ സോഷ്യൽ പ്രോബ്ലംസിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ആസ്പെക്ട്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ എന്താണ് PSC എക്സാം ആയതുകൊണ്ട് തന്നെ എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ജസ്റ്റ് നോക്കി പോവുക. അപ്പോൾ ആർട്ടിക്കിൾ 15 അതായത് ഓർത്ത് വെച്ചേക്കുക, വെറുതെ നോക്കി പോയാൽ പോരാ, ഡെഫിനറ്റ്ലി ഓർത്ത് വെച്ചേക്കുക. അപ്പം ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ ആർട്ടിക്കിൾ 15 ഉണ്ട്, ആർട്ടിക്കിൾ 17 ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് എന്ത് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുക, നമ്മൾ എന്താണ് അത് മാറ്റുക, നിർത്തുക. അപ്പോൾ ഇറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് എന്താണ് റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, അങ്ങനെയാണ് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 15 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 15ഉം 17ഉം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 15 ഇസ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ആർട്ടിക്കിൾ 17 ഇസ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അബോളിഷ് ചെയ്യുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്താണ് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അൺടച്ചബിലിറ്റിയുടെ ആർട്ടിക്കിൾ നമ്മൾ പിന്നെയും കേൾക്കും. നിങ്ങളിത് റിവൈസ് ചെയ്താലേ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുള്ളൂ. ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ നമ്മൾ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് എന്താണ് ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് DPSP കീഴിൽ വരെയാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ കീഴിൽ വരുന്നതാണ് എന്താണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്. ഇവരുടെ എല്ലാം പ്രൊട്ടക്ഷന് കാര്യം പറയുന്ന ആർട്ടിക്കിളാണ് എന്ത് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വി ഹാവ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അതായത് ഒരു എക്സാമ്പിളാണ് ഇതൊക്കെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഇയർ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഇയർ എന്താ, ആക്ടിൻ്റെ ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ 2009. അപ്പോൾ ഇയറും നിങ്ങൾ പഠിച്ച് വെക്കുക. പിന്നെ വി ഹാവ് റിസർവേഷൻ പോളിസീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എഡ്യൂക്കേഷൻ ആയാലും ഗവൺമെൻറ് ജോബ്സ് ആയാലും അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റ്സ്, അതായത് നമ്മുടെ പഞ്ചായത്തി രാജ് 73rd 74th അമെൻമെൻ്റ് ഒക്കെ പഞ്ചായത്തി രാജ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ എല്ലാം എന്താണ് അത് നമുക്ക് വേറെ പഠിക്കാനുണ്ട്, കേട്ട് ടെൻഷൻ ആവണ്ട. ഇവിടെ എല്ലാം എന്താണ് നമുക്ക് SC ST OBC വിമണിനൊക്കെ റിസർവേഷൻസ് ഉണ്ട്. ദെൻ വി ഹാവ് സം വെൽഫെയർ സ്കീംസ്. എന്താണ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് എന്താണ് വി ഹാവ് MGNREGA, എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. പിന്നെ എന്താണ് നമുക്ക് NSAP ഉണ്ട്, എന്താണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ദെൻ വി ഹാവ് എന്താണ് ഡിസഡ്വാൻറ്റേജ്ഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ട് വി ഹാവ് സ്കോളർഷിപ്സ്. പിന്നെ എന്താണ് എംപവർമെൻറ്റ് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ എന്താണ് വി ഹാവ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അതിൽ കുടുംബശ്രീ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കേരളത്തിലുള്ളൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് എന്ത് കുടുംബശ്രീ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമുക്ക് സ്കിൽ ഇന്ത്യ മിഷനുണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അതിൽ എന്താണ് നായി റോഷ്നി എന്ന് പറഞ്ഞ് നായി റോഷ്നി ഉസ്താദ് ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വി ഹാവ് എന്താണ് ഓരോ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ എന്താണ് നമുക്ക് ഇതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഉണ്ട്. ദെൻ വി ഹാവ് എന്താണ് കുറച്ച് കേരള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും എന്താണ് വുമൺ എംപവർമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് എന്ത് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് വുമൺ എംപവർമെൻറ്റും പോവർട്ടി ഇറാഡിക്കേഷൻ ത്രൂ എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. പിന്നെ എന്താണ് കീർത്താറ്റ്സ്. കീർത്താറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രൈബൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് കീർത്താറ്റ്സ് എന്ന് പറയുന്നത്. ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ എന്താണ് ഇൻക്ലൂഷൻ ഓഫ് SCs ആൻഡ് STs ത്രൂ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് റിസർച്ചും ഇവരുടെ എന്താണ് ഇൻക്ലൂഷൻ, അതായത് SC ST കാറ്റഗറിയുടെ എന്താണ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് എന്താണ് റിസർച്ചും ഡെവലപ്മെൻറ്റും ഒക്കെ നടത്തുന്ന എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് കീർത്താറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്താണ് എന്ത് കീർത്താറ്റ്സ് ഉള്ളത്.
പിന്നെന്താണ് വി ഹാവ് എന്താണ് ട്രൈബൽ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ദളിതായിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെന്താണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ് ഉണ്ട്. പിന്നെ വി ഹാവ് എ സ്കീം കോൾഡ് എന്താണ് ആശ്വാസ കിരണം ഫോർ എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കെയർ ഗീവേഴ്സ് ഓഫ് ബെഡ് റിഡൻ പേഷ്യൻസ്. അതായത് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് കെയർ ഗീവേഴ്സ് ഉണ്ടാവില്ല, അവരുടെ എന്താണ് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾ, അങ്ങനെയാണ് നമ്മൾ കെയർ ഗീവർ എന്ന് പറയുന്നത്. ആ കെയർ ഗീവറിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്ത് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. പിന്നെ വി ഹാവ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആൻഡ് മൈനോറിറ്റീസ്. ബാക്ക്വേർഡ് ക്ലാസ്സിന് മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു കമ്മീഷൻ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഇൻക്ലൂഷൻ ത്രൂ സ്റ്റഡീസ് ആൻഡ് പോളിസി സപ്പോർട്ട്, എന്താണ് ഓരോരോ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തി പോളിസി സപ്പോർട്ട് കൊടുത്ത് അവരെന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ് ക്ലാസ്സിനും മൈനോറിറ്റീസിനും ഇൻക്ലൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ സൊസൈറ്റിയിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. പിന്നെ എന്താണ് സിവിൽ സൊസൈറ്റി ആൻഡ് മീഡിയ. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് എന്ത് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ NGO ഒക്കെ പറയില്ലേ, അതൊക്കെ എന്താണ് സിവിൽ സൊസൈറ്റിയുടെ പാർട്ടാണ് എന്ത് NGO എന്നൊക്കെ പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, NGOs ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് അഡ്വക്കേറ്റ് ഫോർ റൈറ്റ്സ് ആൻഡ് ഇൻക്ലൂഷൻ. ഇപ്പോൾ എന്താണ് ഓരോ NGOs എന്താണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്താണ് വർക്ക് ചെയ്യുന്നത്. വിമണിന് വേണ്ടിയിട്ടായിരിക്കാം, ചിൽഡ്രന് വേണ്ടിയിട്ടായിരിക്കാം, ട്രൈബൽ പീപ്പിളിന് വേണ്ടിയിട്ടായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നു. മീഡിയക്ക് എന്ത് ചെയ്യാം, അവയർനെസ് സ്പ്രെഡ് ചെയ്യാം ആൻഡ് കൗണ്ടർ സ്റ്റിഗ്മ ഓർ സ്റ്റീരിയോ ടൈപ്സ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ത് ചെയ്യുന്നു, സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണെങ്കിൽ എന്താണ് നമ്മുടെ ഡെമോക്രസിയുടെ നമ്മുടെ ഇക്വാലിറ്റിയുടെ ഒക്കെ ഫൗണ്ടേഷൻ എന്ത് ചെയ്യുന്നു, അത് വീക്കൻ ചെയ്യുന്നു. അഡ്രസ്സിങ് ദിസ് പ്രോബ്ലം റിക്വയർസ് നോട്ട് ഓൺലി പോളിസി ഇൻ്റർവെൻഷൻ, അതായത് നമ്മളെ ഗവൺമെൻറ്റോ നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ NGOസിൻ്റെയോ പോളിസി ഇൻ്റർവെൻഷൻ മാത്രമല്ല നമുക്ക് വേണ്ടത്, ബട്ട് ഓൾസോ ചേഞ്ച് ഇൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് നോംസ്. നമ്മൾ തന്നെ എന്താണ് മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എന്ത് ആദ്യം മാറേണ്ടത് എന്ന് പറയുന്നത്. Inclusive development and social justice can only be achieved when every individual എന്താണ് regardless of caste, gender, religion, ability has an equal opportunity to contribute to and benefit from society. അപ്പോൾ എല്ലാവർക്കും ഈ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ സൊസൈറ്റിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെങ്കിൽ മാത്രമേ എന്താണ് അവിടെ ഒരു ഇൻക്ലൂഷൻ നടക്കുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ നിന്നും എന്താണ് നമുക്ക് കുറച്ച് MCQs സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following best defines social exclusion? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ഏതാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? a process that promotes equality. അപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആണ്. സോഷ്യൽ ഇൻക്ലൂഷൻ ആണെങ്കിൽ എന്ത് നമുക്ക് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാമായിരുന്നു, അപ്പം A ക്യാൻസൽ ചെയ്യാം. മെത്തേഡ് ഓഫ് ലീഗൽ റിഫോം, സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലേ, അത് ലീഗൽ റിഫോം ആണോ? അല്ല. ഡിനയൽ ഓഫ് ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ കമ്മ്യൂണിറ്റി ലൈഫ്, അതല്ലേ നമ്മൾ സോഷ്യൽ എക്സ്ക്ലൂഷനിൽ പഠിച്ചത്. സെലിബ്രേഷൻ ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും അല്ല. അപ്പോൾ ഓപ്ഷൻ C ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ C. Which UN defined the concept involves being wholly or partially excluded from society. അപ്പം ഏത് UN defined concept ആണ് എന്താണ് wholly or partially എന്താണ് നമ്മൾ സൊസൈറ്റിയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ നോക്കി ഏതാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണോ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണോ, അതോ എക്സ്ക്ലൂഷൻ ആണോ, കൾച്ചറൽ റിലേറ്റീവ്സും ആണോ? സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലേ, ഓപ്ഷൻ C ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ബാക്കിയൊന്നും എന്താണ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ C ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Which of the following is not a dimension of social exclusion? സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഒരു ഡയമെൻഷൻ അല്ലാത്തത് ഇത്. കണ്ടോ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഡയമെൻഷനും ടൈപ്പും ഫാക്ടേഴ്സും കോസസും എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. നോട്ട് എ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പൊളിറ്റിക്കൽ ഡയമെൻഷൻ പഠിച്ചു, കൾച്ചറൽ ഡയമെൻഷൻ പഠിച്ചു, എത്നിക് ഡയമെൻഷനും പഠിച്ചു. എന്താണ് എൻവയോൺമെൻറ്റൽ എന്താണ് ഡയമെൻഷനാണ് നമ്മൾ പഠിച്ചതിൽ ഇല്ലാത്തത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ തരാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എൻവയോൺമെൻറ്റൽ എക്സ്ക്ലൂഷനും കാണാം, എൻവയോൺമെൻറ്റൽ എക്സ്ക്ലൂഷനും കാണാം, പക്ഷെ എന്താണ് മോസ്റ്റ്ലി എന്താണ് നമ്മൾ പൊളിറ്റിക്കലും കൾച്ചറലും എക്കണോമിക്കൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് അതിന് മോസ്റ്റ് ആയിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ C. Which group in India is most commonly affected by caste-based social exclusion? ഏത് ഗ്രൂപ്പാണ് എന്ത് കാസ്റ്റ് ബേസ്ഡ് സോഷ്യൽ എക്സ്ക്ലൂഷനിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത്? അപ്പോൾ കാസ്റ്റ് ബേസ്ഡ് ആണ്. അങ്ങനെ നോക്കി ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അർബൻ റിച്ച്, ഡെഫിനറ്റ്ലി നോ. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ബ്യൂറോക്രാറ്റ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോൾ എന്താണ് ഇത് മൂന്നാണോ? അല്ല. ഡെഫിനറ്റ്ലി എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ B. ഓക്കെ, which is an example of economic exclusion. എക്കണോമിക് എക്സ്ക്ലൂഷൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഡിനേ ഓഫ് റിലീജിയസ് റൈറ്റ്, അത് എക്കണോമിക് എക്സ്ക്ലൂഷൻ അല്ല. ഇനബിലിറ്റി ടു ആക്സസ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്, അതും എന്താണ് എക്കണോമിക് എക്സ്ക്ലൂഷൻ അല്ല. ലാക്ക് ഓഫ് ആക്സസ് ടു ലാൻഡ് ആൻഡ് ജോബ്സ്, ഇതല്ലേ എക്കണോമിക് എക്സ്ക്ലൂഷൻ്റെ കീഴിൽ നമ്മൾ പഠിച്ചത്. ബാക്കി മൂന്നും അല്ല. അപ്പോൾ ഓപ്ഷൻ C ആണ് എന്താ നമ്മുടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ C. വാട്ട് ഈസ് ഗെറ്റോയിസേഷൻ? ഗെറ്റോയിസേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻറ്റഗ്രേഷൻ ഓഫ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ആണോ? അല്ല. എംപ്ലോയ്മെൻറ്റ് സ്കീം, എഡ്യൂക്കേഷൻ റിസർവേഷൻ, നോ. എന്താണ് ഐസൊലേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഇൻ
പുവർ സെഗ്രിഗേറ്റഡ് ഏരിയാസ്. ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എ പൊളിറ്റിക്കൽ ഇഫക്റ്റ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇഫക്റ്റ് ഇതെന്നാണ് ക്വസ്റ്റ്യൻ. ഇംപ്രൂവ്ഡ് ലിറ്ററസി, റെഡ്യൂസ്ഡ് ലിറ്ററസി അല്ലേ സംഭവിക്കാനുള്ള, ഹയർ വേജസ് അല്ല, കൾച്ചറൽ സെലിബ്രേഷനും അല്ല, ഡിസെൻഫ്രാഞ്ചൈസ്മെൻറ്റ്, എന്താണ് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷസ് അൺടച്ചബിലിറ്റി. അപ്പം എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അൺടച്ചബിലിറ്റിയുടെ ആർട്ടിക്കിളൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി അറിയേണ്ടതാണ്. എന്താണ് ആർട്ടിക്കിൾ 17 ആണ് എന്ത് അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, വിച്ച് ഇസ് വൺ ഓഫ് മേജർ കോൺസിക്വൻസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ മേജർ കോൺസിക്വൻസ് എന്താണെന്നാണ്. ഇൻക്രീസ്ഡ് GDP, എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റി, കൾച്ചറൽ ഹോമോജനിറ്റി ആൻഡ് പൊളിറ്റിക്കൽ എന്താണ് യൂണിറ്റി. അപ്പം സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ കോൺസിക്വൻസ് എന്താണ്? GDP ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്യില്ല. കൾച്ചറൽ ഹോമോജനിറ്റി അല്ല, ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ കൾച്ചറിലും എന്താണ് ഒരുപോലെ എന്നാണ് ഹോമോജനിറ്റിയുടെ അർത്ഥം. പൊളിറ്റിക്കൽ യൂണിറ്റിയും അല്ല, എന്താണ് എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റി ആണ് എന്താ അവിടെ സംഭവിക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് എന്ത് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് എക്കണോമിക് എക്സ്ക്ലൂഷൻ. എക്കണോമിക് എക്സ്ക്ലൂഷൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് എന്ത് ക്വസ്റ്റ്യൻ. ജോബ് ഡിസ്ക്രിമിനേഷൻ, access to banking service, poverty traps, unequal wealth distribution. അപ്പം എന്താണ് ഇതെല്ലാം എന്താണ് എക്കണോമിക് എക്സ്ക്ലൂഷൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇതിൽ ബാങ്കിങ് സർവീസസ് ടു ആക്സസ് ടു ബാങ്കിങ് സർവീസസ് എന്താണ് ഇതിൻ്റെ ഫീച്ചർ അല്ല. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വിച്ച് ആക്ട് എൻഷ്യൂർസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇന്ത്യ. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്താണ് 2005 ആണോ? അല്ല. SSA സ്കീമും അല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ല, RTE ആണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് സോഷ്യൽ ഇൻക്ലൂഷൻ. സോഷ്യൽ ഇൻക്ലൂഷൻ്റെ ഗോൾ എന്താണ്? ഹോമോജനിറ്റി പ്രൊമോട്ട് ചെയ്യുക, റിലീജിയസ് ലോസ് സ്ട്രെങ്തൻ ചെയ്യുക, എനേബിൾ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ സ്ഫിയേഴ്സ്. എല്ലാ സ്ഫിയേഴ്സിലും എന്താണ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ സി അല്ലേ നമ്മുടെ കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം തെറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കുടുംബശ്രീ ഇൻ കേരള ഫോക്കസ് ഓൺ. എന്തിനു വേണ്ടിയിട്ടാണ് കുടുംബശ്രീ? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഡയറക്റ്റ്ലി നമുക്ക് എന്താണ് ആൻസർ ചെയ്താവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ സി, വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് കുടുംബശ്രീ ഫോക്കസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വെൽഫെയർ സ്കീം ഫോർ കെയർ ഗീവേഴ്സ്. കെയർ ഗീവേഴ്സിനുള്ള വെൽഫെയർ സ്കീം നമ്മൾ ഏതാന്ന് പഠിച്ചത്? മൻറേഗയാണോ, നായ് റോഷ്നി ആണോ? അല്ല, എന്താണ് ആശ്വാസ കിരണം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ബട്ട് വാട്ട് ഈസ് ദി റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഇൻ സോഷ്യൽ ഇൻക്ലൂഷൻ. സോഷ്യൽ ഇൻക്ലൂഷനിൽ സിവിൽ സൊസൈറ്റിക്കുള്ള റോൾ എന്താണ്? ഗവൺമെൻറ് ജോബ്സ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയാണോ? അല്ല. ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതാണോ? ഒരിക്കലും അല്ല. ട്രെയിൻ ബ്യൂറോക്രാറ്റ്സും അല്ല. അഡ്വക്കേറ്റ് ഫോർ റൈറ്റ്സ് ആൻഡ് അവയർനെസ്. റൈറ്റ്സ് ആൻഡ് അവയർനെസ്സിന് വേണ്ടി എന്താണ് പ്രവർത്തിക്കുക, അതിനാണ് അഡ്വക്കേറ്റ് ഫോർ റൈറ്റ്സ് ആൻഡ് അവയർനെസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Which marginalized group is often denied participation due to patriarchy. Patriarchy കാരണം ആർക്കാണ് പാർട്ടിസിപ്പേഷൻ ഡിനൈ ചെയ്യുന്നത്? വിമൺ അല്ലേ, ബാക്കിയൊന്നുമല്ല. ഓപ്ഷൻ സി. Which of the following is not a feature of social exclusion. Social exclusionന്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആക്സസ് ടു എഡ്യൂക്കേഷൻ, സ്റ്റിഗ്മ, ഡിസ്ക്രിമിനേഷൻ, ലാക്ക് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. ഏതാണ് ഫീച്ചർ അല്ലാത്തത്? എഡ്യൂക്കേഷന് ആക്സസ് കൊടുക്കുന്നത് എന്താണ് ഫീച്ചർ അല്ല. ബാക്കിയെല്ലാം എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ കാരണം ഉണ്ടാവുന്ന എന്താണ് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. നോട്ട് ആണ് ക്വസ്റ്റ്യൻ. SC/ST പ്രൊട്ടക്ഷൻ ആർട്ടിക്കിൾ ഏതാണ് നമ്മൾ പഠിച്ചു? ആർട്ടിക്കിൾ 46 ആണ് നമ്മൾ പഠിച്ചില്ലേ. ബാക്കിയെല്ലാം എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 46. ഓക്കെ, ഓപ്ഷൻ ബി എ. നായി റോഷ്നി ഇസ് എ പ്രോഗ്രാം എയിംഡ് അറ്റ്. നായി റോഷ്നി എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്തിനാണ് എയിം ചെയ്യുന്നത് എന്നാണ് എന്താണ് ക്വസ്റ്റ്യൻ. നായി റോഷ്നി ഇസ് റിലേറ്റഡ് ടു ഡിസേബിൾഡ് പേഴ്സൺ, ട്രൈബൽ ചിൽഡ്രൻ, മൈനോറിറ്റി വിമൻ ആൻഡ് സീനിയർ സിറ്റിസൺസ്. നായി റോഷ്നി എന്ന് പറയുന്നത് മൈനോറിറ്റി വിമൻ്റെ ഡെവലപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എന്ത് നായി റോഷ്നി എന്ന് പറയുന്നത്. നായി റോഷ്നി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വിമൻ റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് is true about urban migrants. urban migrants-നെ റിലേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചെയ്ത്. എൻജോയ് ഈക്വൽ റൈറ്റ്സ് ഇൻ സിറ്റി. ഇല്ല, അവർക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടില്ല. ഈസിലി ആക്സസ് ഹൗസിംഗ് ആൻഡ് ജോബ്സ്. ഇല്ല, അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഹൗസിങ്ങും ജോബും ഒക്കെ കിട്ടുന്നത്. ഓഫൺ ലിവ് ഇൻ സ്ലംസ് ആൻഡ് ഫേസ് എക്സ്ക്ലൂഷൻ. ഇത് ശരിയല്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. വിച്ച് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ഫീച്ചർ. പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ്റെ ഫീച്ചർ അല്ലാത്തത് ഇതെന്നാണ് ക്വസ്റ്റ്യൻ. വോട്ടിംഗ് റൈറ്റ്സ്, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ ഇൻ പ്രൊട്ടസ്റ്റ്, ആക്സസ് ടു എഡ്യൂക്കേഷൻ. പൊളിറ്റിക്കൽ
ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വോട്ടിംഗ് റൈറ്റ്സും പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനും പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. ആക്സസ് ടു എഡ്യൂക്കേഷൻ വരുമ്പോൾ എന്താണ് അത് സോഷ്യൽ ആസ്പെക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നോട്ട് ഫീച്ചറാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഡി നമ്മുടെ ആൻസർ ആയിട്ട് എടുത്തത്. Which of these is a key factor for spatial exclusion? നമ്മൾ പഠിച്ചു spatial exclusion എന്താണ്? മൈഗ്രേഷൻ ടു മെട്രോ സിറ്റീസ് ആണോ, ആക്സസ് ടു ഹൈവേസ്, അർബൻ സെഗ്രിഗേഷൻ ആൻഡ് സ്ലംസ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് പ്ലാൻസ്? എന്താണ് ആൻസർ? സ്പേഷ്യൽ റിലേറ്റഡ് ആണ്. അപ്പം എന്താണ് അർബൻ സെഗ്രിഗേഷനും സ്ലംസ് ആയിരിക്കും എന്താണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക, ബാക്കിയൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. മൻറേഗ, അതായത് MGNREGA, മൻറേഗ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇറ്റ്സ് എയിംഡ് അറ്റ് അഡ്രസ്സിങ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്? റൂറൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണോ, റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് പ്രശ്നം കുറയ്ക്കാനാണോ, അർബൻ ട്രാൻസ്പോർട്ട് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനാണോ, അത് വുമൻ സേഫ്റ്റി അസസ് ചെയ്യാനാണോ? എന്താണ് അർബൻ അല്ല, റൂറൽ അൺഎംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് MGNREGA സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്താണ് ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കമ്മീഷൻ ഇൻ കേരള വർക്ക് ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ഇൻക്ലൂഷൻ? ബാക്ക്വേർഡ് ക്ലാസിൻ്റെ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഏത് കമ്മീഷനാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഷോർട്ട് ഫോം ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഫുൾ ഫോം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഇപ്പോൾ SCRT ഒക്കെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് കീർത്താച്ച് നോക്കുക. ഇതാണെന്ത് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ. അതാണെന്ത് ഓപ്ഷൻ ബി, അതാണെന്ത് ബാക്ക്വേർഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കമ്മീഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അസർഷൻ എ, സോഷ്യൽ എക്സ്ക്ലൂഷൻ റിസൾട്ട്സ് ഇൻ ഡിനയൽ ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ത് ചെയ്യുന്നു? റിസൾട്ട് ഇൻ എന്തിനു വേണ്ടിയിട്ട്? ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. അത് നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ അസർഷൻ ഇവിടെ കറക്റ്റ് ആണ്. നമ്മൾ റീസൺ വായിക്കുമ്പോൾ ഒരു ബിക്കോസ് ഇട്ട് വായിച്ചു നോക്കുക. ഇത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം എന്ത് ഈ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിരിക്കണം. ബിക്കോസ് എന്താണ് എക്സ്ക്ലൂഡഡ് ഗ്രൂപ്പ്സ് ഓഫൺ ഫേസ് സ്റ്റിഗ്മ, ഡിസ്ക്രിമിനേഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയാസ്. ഇപ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ കാരണമാണ് ഈ സംഭവങ്ങളും, അല്ലെങ്കിൽ ഇത് കാരണം എന്താണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, അത് ഡെഫിനേഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ആൻഡ് ഇറ്റ് ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പം ഓപ്ഷൻ എ ആണെന്ന് നമ്മുടെ ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ എസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ആൻസർ എ ആണെന്ന് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ghettoization is a process that enhances social inclusion by bringing similar communities together. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. ഗെറ്റോയിസേഷൻ എൻഹാൻസസ് സോഷ്യൽ ഇൻക്ലൂഷൻ. അങ്ങനെയാണോ? ഗെറ്റോയിസേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് സോഷ്യൽ എക്സ്ക്ലൂഷൻ കാരണം സംഭവിക്കുന്നതാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അസർഷൻ ഇസ് റോങ്. റീസൺ, ഗെറ്റോസ് ആർ ഫോംഡ് ഡ്യൂ ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്. നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ഗെറ്റോസ് ഫോം ചെയ്യുന്നത്. തെറ്റ് ആൻസർ. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ഗെറ്റോസ് ഫോം ചെയ്യുന്നത്. അപ്പം ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ്. ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. മൈഗ്രേഷൻ ക്യാൻ ബോത്ത് ബി എ കോസ് ആൻഡ് എ കോൺസിക്വൻസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. നമ്മൾ പഠിച്ചു അതൊരു കോസും ആണെന്ത് അതൊരു എന്താണ് കോൺസിക്വൻസും ആണെന്ന് നമ്മൾ പഠിച്ചു. ബിക്കോസ് മൈഗ്രേഷൻ ഓഫൺ migrants often live in slums and face limited access to political, social and economic rights. അതുകൊണ്ടാണ് ശരിയാണ്. അപ്പം എന്താണ് both A and R are correct and R is the correct explanation of A. Economic exclusion is solely caused by lack of education. Economic exclusion എന്ന് പറയുന്നത് lack of education കാരണമാണ് സംഭവിക്കുന്നത്. അല്ല, economic exclusion അല്ല, ഇത് social exclusion ആണ്. അപ്പോൾ തെറ്റ്. Individuals with low education levels are always excluded from economic activities. Individuals with low education levels are always എന്താണ് excluded from economic activities എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ലോ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്നതുകൊണ്ട് അവർക്ക് എക്കണോമിക് ആക്ടിവിറ്റി ഇല്ല എന്ന് പറയുന്നില്ല. ലോ എഡ്യൂക്കേഷൻ ലെവൽ ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ജോലി മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലാതെ ഓൾവേസ് എക്സ്ക്ലൂഡഡ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതാണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പം എയും ആറും തെറ്റാണ്. അപ്പം ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ്. അതല്ലേ നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Constitutional safeguards like Article 15 and 17 aim to promote social inclusion. അത് ശരിയാണ്. Because these articles prohibit discrimination and abolish untouchability. അതാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ both A and R are true and R is the correct explanation of A. സോ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് ആദ്യം തോന്നുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് തോന്നുന്നത് അപ്പം തന്നെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട്
കോസസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ എന്താണ് കോസസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ കാര്യത്തിൽ ട്രൂ ആയിട്ടുള്ള എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കാസ്റ്റ് സിസ്റ്റം കണ്ടിന്യൂസ് ടു മാർജിനലൈസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ഇന്ത്യ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. ഗ്ലോബലൈസേഷൻ ഹാസ് ഹെൽപ്പ് എവറി റൂറൽ ഗ്രൂപ്പ് ഈക്വലി. എല്ലാ റൂറൽ ഗ്രൂപ്പിനെയും ഈക്വലി എന്താണ് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് തെറ്റല്ലേ? ഗ്ലോബലൈസേഷന് നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പാട്രിയാർക്കി കോൺട്രിബ്യൂട്ട്സ് ടു ജെൻഡർ ബേസ്ഡ് എക്സ്ക്ലൂഷൻ. യെസ്. റിലീജിയസ് ഇൻടോളറൻസ് ക്യാൻ ലീഡ് ടു കമ്മ്യൂണൽ വയലൻസ് ആൻഡ് ഗെറ്റോയിസേഷൻ. യെസ്. റിലീജിയസ് ഇൻടോളറൻസ് കമ്മ്യൂണൽ വയലൻസിനും ഗെറ്റോയിസേഷനും കാരണമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ തന്നെ എന്താണ് നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. Find out the statement or statements that are true about the dimensions of social exclusion. So, political exclusion includes denial of participation in governance. The political exclusion alle aanu. Social exclusion involves denial of access to cultural and social network. Yes. Economic exclusion always affects the upper class. Adu tettalle? Lower class ne alle eppoഴും affect ചെയ്യുന്നത്. അപ്പോൾ എന്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് നമുക്ക് തേർഡ് ഉള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ആൻസർ കിട്ടി. കൾച്ചറൽ എക്സ്ക്ലൂഷൻ റെഫേഴ്സ് ടു ഡീവാലുവേഷൻ ഓഫ് സ്പെസിഫിക് ഐഡന്റിറ്റീസ്. യെസ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Find out the statement or statements that are true about strategies of social inclusion in India. Inclusion in India സ്ട്രാറ്റജീസ് ആണ്. ഇവിടെ ഇൻക്ലൂഷൻ ആണ്. നോക്കുക, ശ്രദ്ധിക്കുക. Article 17 of the Constitution abolishes untouchability. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൻരേഗ എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് റൂറൽ എംപ്ലോയ്മെന്റ്. ഇത് ശരിയാണ്, നമ്മൾ പഠിച്ചു. നായി റോഷ്നി SC/ST ഓൺടർപ്രീനർഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, നായി റോഷ്നി എന്താണ് വുമന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് തെറ്റ്. കുടുംബശ്രീ ഇൻ കേരള പ്രൊമോട്ട്സ് വുമൻസ് എംപവർമെന്റ്. യെസ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. Therefore ആൻസർ ഇസ് D. 1, 2 and 4. ഓപ്ഷൻ ഡി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. Find out the statement or statements that are not true. അപ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ എന്താണ് അവർ നോട്ട് ബോൾഡ് ചെയ്ത് തന്നേക്കില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ എന്ന് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. സോഷ്യൽ എക്സ്ക്ലൂഷൻ ഓൾവേസ് ഇംപ്രൂവ്സ് എക്കണോമിക് സ്റ്റേറ്റസ്. സോഷ്യൽ എക്സ്ക്ലൂഷൻ എക്കണോമിക് സ്റ്റേറ്റസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ അത് ശരിയായിട്ട് എടുക്കാം. ബിക്കോസ് നമുക്ക് നോട്ട് ട്രൂ ആയിട്ടുള്ള ഓപ്ഷനാണ് എടുക്കാനുള്ളത്. റെസ്ട്രിക്ട് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എംപ്ലോയ്മെന്റ്. സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു സൈക്കോളജിക്കൽ ട്രോമ. യെസ്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്ക്ലൂഡഡ് ഗ്രൂപ്പ്സ് എൻജോയ് ഈക്വൽ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്കത് ശരിയായിട്ട് എടുക്കാം. അപ്പോൾ 1 and 3 ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. 1 and 4. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. Find out the statements that are not true ആണ്. About economic exclusion ആണ്. ഇവിടെ economic exclusion refers to complete social acceptance. അല്ല, അത് തെറ്റാണ്. അപ്പോൾ അത് ശരിയായിട്ട് നമുക്ക് എടുക്കാം. It includes job discrimination, poverty traps. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ എടുക്കാൻ പറ്റില്ല. Economic exclusion increases access to credits for all. Definitely no. എക്കണോമിക് എക്സ്ക്ലൂഷൻ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റായതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് എടുക്കാം. ഇൻഫോർമൽ വർക്കേഴ്സ് ഓഫൻ ഫേസ് ഫിനാൻഷ്യൽ ഇൻഎക്സസിബിലിറ്റി. ഡെഫിനറ്റ്ലി അവർക്ക് ഫിനാൻഷ്യൽ ഇൻഎക്സസിബിലിറ്റി കാണും. അപ്പോൾ എന്താണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. 1 ഉം 3 ഉം ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ. Find out the statements that are not true about social inclusion strategies. ഇവിടെ inclusion ആണ് and not true ആണ്. Article 17 legalizes caste-based discrimination. Definitely no. അത് caste-based discrimination prohibit ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് ശരിയായിട്ട് എടുക്കാം. കുടുംബശ്രീ ഇസ് എ വിമൻസ് എംപവർമെന്റ് ഇനിഷ്യേറ്റീവ്. അത് ശരിയാണ്, അതുകൊണ്ട് നമുക്കത് ഇവിടെ എടുക്കാൻ പറ്റില്ല. ആശ്വാസകിരണം സ്കീം സപ്പോർട്ട്സ് കെയർ ഗീവേഴ്സ് ഇൻ കേരള. ഡെഫിനറ്റ്ലി യെസ്. അപ്പോൾ അത് നമുക്ക് തെറ്റായിട്ട് എടുക്കാം. നായി റോഷ്നി സപ്പോർട്ട്സ് മെയിൽ ഓൺടർപ്രീനർഷിപ്പ്. അല്ല, വിമൺ ആണെന്ത് നായി റോഷ്നി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് തെറ്റാണ്, അതുകൊണ്ട് നമുക്കിത് ശരിയായിട്ട് എടുക്കാം. അപ്പോൾ 1 ഉം 4 ഉം ആണെന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത് ഈ ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആസ്പെക്ട്സ്. അപ്പോൾ റിവൈസ് ചെയ്താൽ മാത്രമേ എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ നിൽക്കുള്ളൂ. കാരണം ഓരോ ആസ്പെക്റ്റിൻ്റെ കീഴിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.